ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഒന്ന് പറയണേ, ഓഡിബിൾ ആണോ? യെസ് യെസ്, ഓക്കെ ഓക്കെ, ഓഡിബിൾ ആണല്ലേ? ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആവറേജ് അല്ലേ? ആവറേജ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. പക്ഷെ അത് നമ്മൾ വൃത്തിക്ക് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നന്ദിത ഗുഡ് ഈവനിങ്. ഓക്കെ, നല്ലൊരു ടോപ്പിക്കാണ്. വൃത്തിക്ക് അറിഞ്ഞു നിന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വൃത്തിക്ക് അറിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ആവറേജ് കേട്ടോ. നമ്മൾ പലപ്പോഴും പല സ്ഥലത്തൊക്കെ കേട്ടിട്ടുണ്ടാവും ഡീവിയേഷൻ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് പല കുട്ടികൾക്കും ആ ഡീവിയേഷൻ മെത്തേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ തല പോക്കും, അങ്ങനത്തെ ആൾക്കാരുണ്ട്. പക്ഷെ ഡീവിയേഷൻ മെത്തേഡ് നല്ലൊരു മെത്തേഡാണ്, നിങ്ങൾ പഠിച്ചു വെച്ചാൽ നല്ലൊരു മെത്തേഡാണ്. പക്ഷെ എല്ലാ ചോദ്യത്തിനും പോയിട്ട് ഡീവിയേഷൻ മെത്തേഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഡീവിയേഷൻ മെത്തേഡ് അങ്ങ് പഠിച്ചു വെക്കുമ്പോഴേക്കും പിന്നെ എല്ലാ ചോദ്യത്തിനും ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാവുന്ന ചില കേസ് ഉണ്ടാവും. ആ കേസിൽ നമ്മൾ ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ എല്ലായിടത്തും പോയിട്ട് എന്ത് ചെയ്തത് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യരുത്. അത് അറിയുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഡീവിയേഷൻ മെത്തേഡ്. കുറെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അവരും പോയിട്ട് ആ ഡീവിയേഷൻ മെത്തേഡ് പഠിക്കാൻ നോക്കും. എന്നിട്ട് ഡയറക്റ്റ് മെത്തേഡും പഠിക്കും, അല്ല മറന്നു പോകും. കൺവെൻഷൻ മെത്തേഡ് പിന്നെ ഒരു മെത്തേഡ് വരാത്തൊരു പ്രശ്നം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആവരുത്. പഠിക്കുകയാണെങ്കിൽ വൃത്തിക്ക് ഡീവിയേഷൻ മെത്തേഡ് പഠിക്കുക, ഇല്ലെങ്കിൽ സാധാ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. കുറച്ച് കാൽക്കുലേഷൻ വരുന്നേ ഉള്ളൂ. പക്ഷെ ഡീവിയേഷൻ മെത്തേഡ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും കേട്ടോ. പക്ഷെ പല ചോദ്യങ്ങളിലും ഒരു മെജോറിറ്റി ഒരു 50% ചോദ്യങ്ങൾ നമുക്ക് ഡീവിയേഷൻ മെത്തേഡിന്റെ ആവശ്യം വരാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആവറേജ് രണ്ട് പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് പാർട്ടായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ചാപ്റ്റർ ആയതുകൊണ്ടല്ല കേട്ടോ. വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ടല്ല രണ്ട് പാർട്ടാക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പിക്കുകൾ, ഇതിന് മുമ്പ് പഠിച്ച ടോപ്പിക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച് കണ്ടിന്യൂഷൻ ടോപ്പിക്സ് ആണ് അല്ലെ? പെർസെന്റേജ്, കണ്ടീഷൻ റേഷ്യോ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതെല്ലാം കണ്ടിന്യൂഷൻ ആണ്. പക്ഷെ ഇതൊരു പുതിയ ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് തന്നെ ഞാൻ എല്ലാ മെത്തേഡും കൂടെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരു രണ്ട് ടോപ്പിക് പ്രത്യേകിച്ച് ആവറേജിൽ ഈ ക്ലാസ്സിൽ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള, ചിലപ്പോൾ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ് തീർന്നു വരും, പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. രണ്ട് ക്ലാസ്സിലും കൂടെ 25 ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ 50 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? ഏകദേശം എല്ലാവരും എത്തി അല്ലേ? ഒന്ന് പറഞ്ഞേ, റെഡി ആണെന്ന് പറഞ്ഞേ. അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറ, എല്ലാവരും പറ, എല്ലാവരും കമന്റ് ചെയ്യും. പ്രമിത റെഡി. ബാക്കിയുള്ളവര് റെഡി അല്ലേ? ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിക്കോട്ടോ. ആവറേജിൽ നിന്നൊരു ചോദ്യം പോലും നമുക്കിനി മിസ്സാവരുത്. റെഡി സിയാബുദ്ദീൻ യെസ് റെഡി. നന്ദിത റെഡി. നന്ദു റെഡി. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ബാക്കിയുള്ളവർ പറ. ടോട്ടൽ ആളുകളുടെ 4 പോലും അതിലല്ലേ റെഡി എന്ന് പറയുന്നു. കമന്റ് ചെയ്തോ? വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഏതായാലും ലൈവിനൊക്കെ വന്ന് ഇരിക്കല്ലേ, അപ്പൊ ഈ കമന്റ് ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ടാൽ മതിയല്ലോ. റെഡിയാണ് സാർ ആരതി. ഓക്കെ, കൃഷ്ണപ്രിയ, വൈശാഖ്, അക്ഷയ, അശ്വിൻ, ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മൾ വലിയൊരു ഗ്രൂപ്പിനെ ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ആവറേജ് എന്ന് പറയുക. അപ്പോൾ ഇന്ത്യയിലെ ശരാശരി എന്താണ് നമ്മൾ പലതും പറയും. ഇപ്പൊ ഒരു ഗ്രൂപ്പ്, ഇന്ത്യയിൽ കണ്ട ഒരു ഗ്രൂപ്പ്, ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ആവറേജ് വയസ്സ് കാണാൻ പോകും. അപ്പൊ നമ്മളോട് പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുകയാണ്, ഒരു ക്ലാസ് റൂമിന്റെ ഇവിടെ ഈ ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കുട്ടീനെ മാത്രം എടുത്തിട്ട് പറയാൻ പറ്റില്ല അല്ലെ? ചിലപ്പോൾ പല കാറ്റഗറിയിലെ കുട്ടികൾ ആ ക്ലാസ്സിൽ ഉണ്ടാവും. ചിലപ്പോൾ 20 വയസ്സുള്ള കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ 30 വയസ്സുള്ള കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ 25 വയസ്സുള്ള കുട്ടി. അപ്പൊ നമ്മൾ ആ ക്ലാസ്സിന്റെ വയസ്സാന്ന് പറഞ്ഞിട്ട് 20 ഒരു കുട്ടിനെ മാത്രം എടുത്തിട്ട് ആ കുട്ടീന്റെ 20 വയസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. കാരണം ആ ക്ലാസ്സിൽ എന്തുണ്ട്, 30 വയസ്സുള്ള കുട്ടികളും ഉണ്ട് അല്ലെ? ചിലപ്പോൾ 40 വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനൊക്കെ ഒരു സിംഗിൾ ഡാറ്റ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പല വാല്യൂസും പല കാര്യങ്ങളുണ്ട് അല്ലെ? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. അത് മീന്, മീഡിയൻ, മോഡ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ സിംഗിൾ വാല്യൂ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതിലെ മീൻ, മീഡിയൻ, മോഡിൽ മീൻ എന്ന് പറഞ്ഞ സാധനമാണ് എന്ത്, നമ്മളിവിടെ ആവറേജ് എന്ന് പറഞ്ഞ സംഭവം. അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മൊത്തം വയസ്സെടുക്കും. അത് എത്ര കുട്ടികളുണ്ടോ അവരുടെ എല്ലാവരുടെയും വയസ്സ് കൂട്ടും, ഡിവൈഡഡ് ബൈ എത്ര കുട്ടികളുണ്ട്. അതാണ് ആവറേജ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്തിന്റെ ആവറേജ് ആണോ കാണുന്നത് അതിന്റെ ടോട്ടൽ കാണും. ആവറേജ് എന്തും ആവാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആവറേജ് വയസ്സാവാം, ചിലപ്പോൾ ക്ലാസ്സിൽ ആവറേജ് വെയിറ്റ് ആവാം, എന്തും ആവാം. ഇപ്പൊ ക്രിക്കറ്റിലൊക്കെ ആണെങ്കിൽ ആവറേജ് റൺസ് ആവാം. ചിലപ്പോൾ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ റൺ റേറ്റ് എന്നൊക്കെ പറയും ക്രിക്കറ്റിൽ, അതൊരു ആവറേജ് തന്നെയാണ്. ആവറേജ് റൺസ് പെർ ഓവർ, ഒരു ഓവറിൽ എത്ര റൺസ്, ഇതിനാണ് ആവറേജ് എന്ന് പറയുന്നത്.
കേട്ടോ. അപ്പൊ എന്ത് സാധനമാണെങ്കിലും അതിന്റെ ടോട്ടൽ കാണുക ഡിവൈഡഡ് ബൈ നമ്പർ. നമ്മൾ പണ്ട് മുതലേ ഒരുപാട് സ്ഥലത്ത് പഠിച്ചിട്ടുള്ള സാധനമാണ് ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ഇപ്പൊ ക്ലാസ്സിലെ ആവറേജ് വയസ്സ് കാണണമെങ്കിൽ എന്താ ചെയ്യുക? ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും വയസ്സ് നിരത്തി എഴുതിയിട്ട് കൂട്ടും. അതാണ് ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ സം എന്ന് പറയും നമ്മൾ, സം ടോട്ടൽ അങ്ങനെ പറയാം. ഡിവൈഡഡ് ബൈ നമ്പർ. ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അതിന്റെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഉദാഹരണത്തിന് ക്ലാസ്സിൽ 5 കുട്ടികളാണുള്ളത്. ഒരാളുടെ വയസ്സ് 20, വേറൊരാളുടെ വയസ്സ് 25, വേറൊരാളുടെ 22, വേറൊരാൾ 28, പിന്നെ ഒരാള് 15. ഇത്രയും കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. അപ്പൊ ഈ ക്ലാസ്സിന്റെ ആവറേജ്, ഈ ക്ലാസ്സിൽ എത്ര വയസ്സുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ കുട്ടിനെ മാത്രം എടുത്ത് പറയാൻ പറ്റുമോ? 15 എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ക്ലാസ്സിൽ നമുക്ക് 28 വയസ്സുള്ള ആളുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ വയസ്സ് എത്ര എന്ന് വെച്ചാൽ 28 എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ക്ലാസ്സിൽ 15 വയസ്സും 20 വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ക്ലാസ്സിനെ മൊത്തത്തിൽ ഒരു യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട്, അതായത് ഈ ക്ലാസ് മൊത്തം ഒരു കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ വയസ്സ് എത്രയാണ് ചോദ്യം. അപ്പൊ അത് നമുക്ക് ഒരാളെ മാത്രം വെച്ച് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നതാണ് ഇവരുടെ എല്ലാവരുടെയും വയസ്സ് കൂട്ടും. ഒന്ന് കൂട്ടി നോക്കിയേ. 20ഉം 25ഉം 45. 45ഉം ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാണ്? 50 അല്ലേ? അപ്പൊ 45ഉം 50 കൂട്ടിയാൽ 45ഉം 50 കൂട്ടി 95. 95ഉം 15ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 95ഉം 15 കൂട്ടിയാൽ 110. ഇതാണ് ഇവരുടെ മൊത്തത്തിലുള്ള വയസ്സ്. ഡിവൈഡഡ് ബൈ എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ട് അല്ലെ? അപ്പൊ 110/5 നമുക്കറിയാം 22. അതായത് ഇതിന്റെ ഒരു മിഡിൽ വരുന്ന ഒരു വാല്യൂ ആണ് എന്ത്? 22 എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ 22 എന്ന് റെപ്രസെന്റ് ചെയ്താൽ കുഴപ്പമില്ല. കാരണം എല്ലാത്തിന്റെ ഏകദേശം ആവറേജ് വയസ്സാണ്. കാരണം 22ൽ കുറഞ്ഞ ആളുകളുണ്ട്, 22ൽ കൂടിയ ആളുകളുണ്ട്, പലതരത്തിൽ കാറ്റഗറിയിലെ ആളുകളുണ്ട്. അപ്പൊ ഇതിനാണ് നമ്മൾ ആവറേജ് എന്ന് പറയുന്നത്. എന്തിന്റെ ആവറേജ് ആണോ കാണേണ്ടത് അതിനെ ടോട്ടൽ കാണുക ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ അല്ലേ? പ്രമിത പറഞ്ഞു 22. അതന്നെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കുറച്ച് നമ്പർ, ഇത്ര 5 നമ്പർ, ഇങ്ങനെ ചെറിയ നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സമ്മ് കണ്ട് ഡിവൈഡ് ബൈ നമ്പർ കാണാൻ വലിയ ബുദ്ധിമുട്ടോ ഒരു ഡീവിയേഷൻ അവർക്കൊന്നും ആവശ്യമില്ല. പക്ഷെ വാല്യൂസ് വലുതാവുമ്പോൾ, വാല്യൂസ് കോംപ്ലിക്കേറ്റഡ് ആവുമ്പോൾ, ഡെസിമൽ വരുമ്പോൾ ആ സമയത്തൊക്കെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന സാധനം യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ശരിക്കും പഠിക്കണം. ഒരാൾ വരുമ്പോൾ, ഒരാൾ പോകുമ്പോൾ എന്തൊക്കെയാണ് ആവറേജിന് സംഭവിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ ആവറേജ് കാണാനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ആവറേജ് നമ്മൾ എത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരൊറ്റ ഇക്വേഷൻ, എന്താ ഈ ഒരൊറ്റ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ മൊത്തം കിടക്കുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ അല്ലേ? ആവറേജ് എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും? പറഞ്ഞേ. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്, പല സ്കൂളുകളും ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതാണ് എന്റെ ബേസിക്സ്. ബാക്കിയുള്ളതൊക്കെ പോട്ടെ, ഈ ഒരു ഇക്വേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞേ. റെഡി അല്ലേ? ഓക്കെ ആണല്ലേ? ബാക്കിയുള്ളവര്? ആവണി ഓക്കെ. ബാക്കിയുള്ളവര് ഇവിടെ ഒന്ന് പറയടാ. ഞാൻ ചോദിക്കുമ്പോൾ കമന്റ് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾ അവിടെ ഉണ്ട്, ഇങ്ങനെ എനിക്ക് ആ ഒരു ഫീൽ കിട്ടുമ്പോഴേ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ അതിൽ നോക്കും, ഞാൻ ക്വസ്റ്റ്യൻ പറയും, റെക്കോർഡ് ചെയ്യും, ഞാൻ പോകും. ഇത്രേ ഉള്ളൂ. കാരണം അതുകൊണ്ട് നിങ്ങൾക്കും എന്നെ മാക്സിമം, ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് കിട്ടില്ല. എനിക്കും തന്നെ ഒരു യൂട്യൂബിലേക്ക് റെക്കോർഡ് ക്ലാസ് ചെയ്യുന്ന പോലെ ചെയ്തങ്ങ് പോയാൽ മതി. ക്ലിയർ ആണല്ലേ? അപ്പൊ എല്ലാവർക്കും ഈ സംഭവത്തിൽ ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പല ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓരോ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് കൺസെപ്റ്റ് ഞാൻ പറയാൻ പോകുന്നില്ല. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അവിടെ ചെയ്യാം കേട്ടോ. ആദ്യത്തെ ചോദ്യം ചെയ്തേ. ഇതാണ് ചോദ്യം. ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ടേബിൾ, വാട്ട് ഈസ് ആവറേജ് നമ്പർ ഓഫ് സ്ക്രൂസ് മാനുഫാക്ചേർഡ് ഇൻ ദ യൂണിറ്റ് ഇൻ ഗിവൺ 6 months? സാധാരണ ഇത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പോലത്തെ ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്തേ. ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ? കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഒരു മിനിറ്റ്. ഒന്നും കൂടി ക്ലിയർ ആവുന്നുണ്ട് അല്ലേ? ഓക്കെ. 250 എന്ന് പറയുന്നത് എല്ലാവരും സി എൻ അല്ലേ 250? ചില ആൾക്കാർ സി എന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ 250 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒന്നുമില്ല, ഡയറക്റ്റ് ചോദ്യമാണ്. ഇവിടെ ഒരു കമ്പനിയിൽ പല മാസങ്ങളിലായിട്ട് നിർമ്മിച്ച സ്ക്രൂവിന്റെ എണ്ണ പറയുന്നത്. ജനുവരിയിൽ 200, ഫെബ്രുവരിയിൽ 300, മാർച്ചിൽ 250, ഏപ്രിൽ 250, മെയ് 250, ജൂൺ 250. ഓക്കെ, അങ്ങനെ ഈ 6 മാസം കൊണ്ട് ഉണ്ടാക്കിയ സ്ക്രൂവിന്റെ ആവറേജ്, അതായത് ഒരു മാസത്തിൽ ആവറേജ് ഏകദേശം ഒരു മാസത്തിൽ എത്ര സ്ക്രൂ ഉണ്ടാക്കുന്നുണ്ട് എന്നാ ചോദ്യം. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂട്ടണം അല്ലെ? എന്തിന്റെയാണ് ആവറേജ് കാണേണ്ടത്? അതെല്ലാം കൂട്ടണം ആദ്യം. 1, 2, 3, 4, 5 ഈ 6 വാല്യൂസും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ഓക്കെ, ഈ 6 വാല്യൂസും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 6 ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അത് മൊത്തം കൂട്ടി നോക്കിയേ. കൂട്ടി എത്ര കിട്ടും? 200, 300 കൂട്ടി 500, 500ഉം പിന്നെ നോക്കി ഇവിടെ 4 250 അല്ലെ? 4 250 എന്ന് പറഞ്ഞാൽ 1000.
1000-500 കൂട്ടിയാൽ 1500 ഇവിടുത്തെ ടോട്ടൽ. ഡിവൈഡഡ് ബൈ എത്ര മാസം? നമുക്ക് ഒരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ് കാണേണ്ടത് അല്ലെ? ഒരു മാസത്തെ ആവറേജ് ആണ് കാണേണ്ടത്. അപ്പൊ ടോട്ടൽ എത്ര മാസം ഉണ്ട്? ജനുവരി മുതൽ ജൂൺ വരെ 6 മാസം ഉണ്ട്. അപ്പൊ 1500 ബൈ 6 കിട്ടും 250. ഇതാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി. ഡയറക്റ്റ് ചോദ്യം കേട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ വേറൊരു കൺസെപ്റ്റോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട. എന്നാലും ഞാനിവിടെ നേരത്തെ തുടക്കത്തിലേ പറയുന്നുണ്ട് ഒരു കൺസെപ്റ്റ് അല്ലേ, ആൾക്കാർ അറിയാത്ത ആളുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഡീവിയേഷൻ കൺസെപ്റ്റ് എന്നുള്ള സംഭവം ഒന്നുമില്ല. ഡീവിയേഷൻ അത് നമ്മുടെ ആവറേജിൽ നിന്നും എത്ര മാറി കിടക്കുക എന്നുള്ളതിനാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു ഡാറ്റയ്ക്ക് ഒരു ആവറേജ് ഉണ്ടാവും. ആ ആവറേജിൽ നിന്നും എത്രയാണ് നമ്മുടെ ഡാറ്റ മാറി കിടക്കുന്നതിനാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുക കേട്ടോ. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവറേജ് അറിയില്ല, നമ്മൾ ആവറേജ് കാണാൻ പോവാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതെല്ലാം കൂട്ടാൻ പോകും അല്ലേ? പക്ഷെ ഞാൻ ഇനി മുതൽ മെത്തേഡ് പറയാൻ പോകുന്നത് നമ്മൾ ഇതെല്ലാം കൂട്ടണ്ട. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ പറയാണ്, നിങ്ങളൊരു ഡാറ്റ അസ്യൂം ചെയ്യാം. നിങ്ങൾ പറയാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്. നിങ്ങൾ പണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ മറന്നുപോയതായിരിക്കും. അവിടെ നമ്മൾ കാണാതെ പഠിച്ചു പോയി, അതാ പ്രശ്നമായത്. അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ, പേര് പോലെ തന്നെ നമ്മളൊരു മീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആവറേജ് ആണ് കേട്ടോ. ഒരു ആവറേജ് നമ്മൾ അസ്യൂം ചെയ്യാം. അതായത് ഈ കാണുന്ന ഡാറ്റ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ ഡാറ്റേന്റെയും ഏറ്റവും വലിയ ഡാറ്റേന്റെയും ഇടക്കായിരിക്കും. ഇവിടെ നോക്കി, ഏറ്റവും ചെറിയ ഡാറ്റ 200 ആണ് അല്ലെ, ഏറ്റവും വലിയ ഡാറ്റ 300 ആണ്. ഈ 200-ന്റെയും 300-ന്റെ ഇടക്കായിരിക്കും ആവറേജ്. ഒരിക്കലും 200-നെക്കാളും ചെറുതും പോവില്ല, 300-നെക്കാളും വലുതാവില്ല. ഇത് ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തില്ല, ഒരിക്കലും ഡാറ്റ ചെറിയ നമ്പറിനെക്കാളും ചെറുതുമായിരിക്കില്ല, വലിയ നമ്പറിനെക്കാളും വലുതും എന്ത് പോവില്ല, ആവറേജ് പോവില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും അസ്യൂം ചെയ്യാം കേട്ടോ. ഇവിടെ 200 അസ്യൂം ചെയ്യാം, 300 അസ്യൂം ചെയ്യാം, 250 അസ്യൂം ചെയ്യാം. ഇനി ഇതിലില്ലാത്തൊരു വാല്യൂ വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അത് ഞാൻ അസ്യൂം ചെയ്യാണ് ഈ ഗ്രൂപ്പിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡാറ്റ അസ്യൂം ചെയ്യാം. നോക്കി, ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ 200, 300, ഇവിടെ എല്ലാവർക്കും 250. അപ്പൊ ഞാൻ ആവറേജ് അസ്യൂം ചെയ്യാണ് എന്ത്, 250 ആണ് ഇതിന്റെ ആവറേജ് ഞാൻ അസ്യൂം ചെയ്യാം കേട്ടോ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, സിംഗിൾ ഡാറ്റ, ഒരു സിംഗിൾ ഡാറ്റയായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകും. അപ്പൊ ഈ ഗ്രൂപ്പിന്റെ ഉദാഹരണത്തിന്റെ ഒരു ക്ലാസിന്റെ ആവറേജ് ഈ 50 ആണ്. ഒരു ക്ലാസിന്റെ ആവറേജ് വയസ്സ് 25 ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, നമ്മൾ ഒരു എല്ലാവർക്കും ഈക്വൽ എന്ത് കിട്ടും, എല്ലാവർക്കും ആ ക്ലാസ്സിൽ എല്ലാവർക്കും 25 വയസ്സുള്ളതിന് തുല്യമാണ് അല്ലെ? ശരിക്കും അങ്ങനെ ആയിരിക്കില്ല. കാരണം ഉള്ളിൽ ചെല്ലുമ്പോൾ ചില ആൾക്ക് 28 വയസ്സുണ്ടാവും, ചില ആൾക്കാർ 30 വയസ്സുണ്ടാവും, ചില ആൾക്കാർക്ക് 20 വയസ്സുണ്ടാവും. പക്ഷെ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്ത് എല്ലാവർക്കും 25 വയസ്സുള്ളതിന് തുല്യമാണ്. അതാണ് ആവറേജ് 25 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ അസ്യൂം ചെയ്യണമെന്ന് വെച്ചാൽ 250 ആവറേജ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, എല്ലാവർക്കും ജനുവരിയിൽ, ഫെബ്രുവരിയിൽ, മാർച്ചിൽ, ഏപ്രിൽ, മെയ്യിൽ, ജൂണിലെല്ലാം 250 ആണ് ഞാൻ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ ജൂണിൽ 250, കുഴപ്പമില്ല. അപ്പൊ അവിടെ കൂടാനോ കുറയാനൊന്നുമില്ല. മെയ്യിലും ഏപ്രിലും മാർച്ചിലും ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഫെബ്രുവരിയിൽ നോക്കുമ്പോൾ എന്താണ്, ശരിക്കുള്ള ഞാൻ എടുത്ത ആവറേജിനെക്കാളും 250 അല്ല, 250-നേക്കാളും 50 കൂടുതലുണ്ട് അല്ലെ, 50 കൂടുതലുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ശരിക്കും ആവറേജ് ഇതാവില്ല, കാരണം ആവറേജ് 250 ആവണമെന്ന് ഒരു ഉറപ്പില്ല. നമുക്കിത് ആദ്യം അറിയുന്നതുകൊണ്ടാണ് നമ്മൾ 250 എടുത്തത്. പക്ഷെ ഇനി മുകളിലോട്ട് നോക്കുമ്പോഴോ 50 കുറവാണ് അല്ലെ. ഓക്കെ, ഇവിടെ 50 കൂടുതലാണ്, ഇവിടെ 50 കുറവാണ്. ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് പുറത്ത്, ഞാൻ പറഞ്ഞ ഒരു ക്ലാസിന്റെ ആവറേജ് 25 എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ എല്ലാവരുടെ കയ്യിലും 5 മിഠായി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ആ ക്ലാസ്സിൽ ആവറേജ് 5 മിഠായി ഉണ്ട് ഒരാളുടെ കയ്യിൽ അല്ലെ. ചിലപ്പോൾ ചില ആളുടെ കയ്യിൽ 10 ഉണ്ടാവും, ചിലപ്പോൾ ചില ആളുടെ കയ്യിൽ 0 ആയിരിക്കും. ഒരാളുടെ കയ്യിൽ 6 ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ 4 ഉണ്ടാവും. അപ്പൊ ഇവന്റെ ഒന്ന് മറ്റവന്റെ കയ്യിലാണ്. അത് ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കറക്റ്റ് എന്താ, ഒരാളുടെ കയ്യിൽ 5 മിഠായി. അതുപോലെ തന്നെയാണ് ഇവിടെ നോക്കിയേ, ടോട്ടൽ 250 ഞാൻ അസ്യൂം ചെയ്തു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എന്താ, ഇവിടെ 50 കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ ആ വാല്യൂ കൂട്ടിയിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് നോക്കുമ്പോൾ 50 കുറവാണ്. അപ്പൊ ഇയാളുടെ 50 എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്താൽ മതി. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പൊ ശരിക്കും നോക്കി നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 250 ആണ്. മനസ്സിലായി? ഇവിടെ ഞാൻ ആൻസർ തന്നെ 250 അല്ല, ആൻസർ തന്നെ ഞാൻ അസ്യൂം ചെയ്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ വേറെ വാല്യൂ അസ്യൂം ചെയ്യാൻ പോകട്ടോ. അതായത് ഞാൻ ഇവിടെ 200 ആണ് ആവറേജ് എന്ന് അസ്യൂം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ആൻസർ 250 ആണ്, അതുകൊണ്ടാണ് അങ്ങോട്ടോട് ക്യാൻസൽ ആയി പോയത്. ഞാൻ 200 അസ്യൂം ചെയ്യാൻ പോവാണ്. ഓക്കെ ആണോ? ഇനി നോക്ക്, ഞാൻ അസ്യൂം ചെയ്യാണ് ഈ ഡാറ്റന്റെ ആവറേജ് 200 ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, 200-നേക്കാളും കൂടുതലോ കുറവൊന്നുമില്ല. അപ്പൊ അത് ഓക്കെ. ഇവിടെ നോക്കുമ്പോഴോ ഒരു 100 കൂടുതലുണ്ട് അല്ലെ, അപ്പൊ +100 ഇങ്ങനെ എഴുതി വെക്കുക. ഇവിടെ നോക്കുമ്പോഴോ 50 കൂടുതലുണ്ട്, ഇവിടെ 50, 50, 50, ഈ 4 സ്ഥലത്തും കൂടെ ഓരോ 50 വെച്ച് കൂടുതലുണ്ട്. ടോട്ടൽ എത്ര കൂടുതലുണ്ട്? ടോട്ടൽ 50 × 4 200 കൂടുതലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെ 100-ഉം ഇവിടെ എല്ലാം കൂടെ 200-ഉം കൂടി നോക്ക്, ടോട്ടൽ 300 കൂടുതലുണ്ട്. ഞാൻ എടുത്ത വാല്യൂ പ്രകാരമാണെങ്കിൽ ഈ 300 ഉണ്ടാവാൻ പാടില്ല, കാരണം 200 ഉണ്ടാവാൻ പാടുള്ളൂ ആവറേജ്. ഇല്ലാത്തവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേറ്റ് ചെയ്തൊക്കെ പോയാലും 200 ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ നോക്കുമ്പോൾ എന്താ, ഈ 6 വരെ ഞാൻ നോക്കുമ്പോൾ ടോട്ടൽ 300 കൂടുതലുണ്ട്. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, എന്ത് വന്നാലും അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതിനാണ് ആവറേജ് എന്ന് പറയുക കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരുടെ കയ്യിലും ആവറേജ് 5 മിഠായി ഉണ്ടെന്ന് പറഞ്ഞു.
ഇനി പുറത്തുനിന്ന് ഞാൻ ആ ക്ലാസ്സിലേക്ക് ഒരു 100 മിഠായും കൂടെ കൊണ്ടുകൊടുക്കണം. മനസ്സിലായോ? അപ്പൊ അതിന്റെ ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? ഈ 100 മിഠായി എല്ലാവർക്കും നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതാണ് പുതിയ ആവറേജ്. ഉദാഹരണത്തിന് ആ ക്ലാസ്സിൽ 10 കുട്ടികളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ക്ലാസ്സിൽ 10 കുട്ടികളാണെന്ന് വിചാരിക്കുക. 10 കുട്ടികളുടെ കയ്യിൽ ആവറേജ് 5 മിഠായി ഉണ്ട്. ഇത് നമ്പറാണ്, ഇത് ആവറേജ് ആണ്. ഞാൻ ഇതിന്റെ ഒരു 100 മിഠായി കൂടെ കൊണ്ടു കൊടുത്തു. 100 മിഠായി കൂടെ കൊണ്ടു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ 100 മിഠായി ഈ 10 കുട്ടികൾക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ 100 മിഠായി ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഒരാൾക്ക് എത്രയും കൂടെ കിട്ടും? ഒരാൾക്ക് 10 മിഠായും കൂടെ എക്സ്ട്രാ കിട്ടും. അപ്പൊ ആവറേജ് എന്താവും? ആവറേജ് 5 + 10 ആയിട്ട് കൂടും. അതായത് ഒരാൾ 15 ആവും. ഇനിയിപ്പോ ഞാൻ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു 10 മിഠായി ടോട്ടൽ ആ ക്ലാസ്സിൽ നിന്ന് 10 മിഠായി പുറത്ത് കൊണ്ടുപോയി വിചാരിക്കാം. അപ്പൊ ആ 10 മിഠായി എന്ത് ചെയ്യണം? ആവറേജ് കാണുമ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും കുറക്കണം. അതായത് എന്ത് എക്സ്ട്രാ കിട്ടിയാലും എന്ത് പോയാലും ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇതിനാണ് ആവറേജ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നോക്കുക. ഇവിടെ ഞാൻ നോക്കുമ്പോൾ എക്സ്ട്രാ 300 ഉണ്ട് അല്ലേ? അപ്പൊ ആവറേജ് കാണാൻ ശരിക്കും എന്ത് വേണം? ഞാൻ എടുത്ത വാല്യൂ തെറ്റാണ്, അതുകൊണ്ടാണ് എക്സ്ട്രാ വന്നത്. ഞാൻ എടുത്ത വാല്യൂ കറക്റ്റ് ആയിരുന്നെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയിരുന്നു. ഇവിടെ നോക്കിയേ 300 എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കുള്ള ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? 200. നമ്മൾ അസ്യൂം ചെയ്ത ആവറേജ് 200 ആണ്. അതിനേക്കാൾ എത്ര കൂടുതലാ? 300 കൂടുതലാണ്. ഈ കൂടുതലുള്ള വാല്യൂ എന്ത് ചെയ്യണം? ആവറേജ് കാണാൻ വേണ്ടി ഞാൻ ഈ കൂടുതലുള്ള വാല്യൂ എല്ലാവർക്കും കൂടി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എത്ര ആളുണ്ട് ടോട്ടൽ? ആൾക്കാരും ഉദ്ദേശിച്ച് എത്ര നമ്പർ ഉണ്ട് ഇവിടെ? ടോട്ടൽ 6 നമ്പർ അല്ലേ? 300/6 ചെയ്യണം. എത്ര കിട്ടും? 200 + 300/6 എന്ന് പറഞ്ഞാൽ 50. അപ്പൊ 250 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ മെത്തേഡിന്റെ സുഖം നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ വലിയ വലിയ വാല്യൂസ്, ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് വാല്യൂസ് വരുമ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്താണ്? ഈ കാണുന്ന ഡീവിയേഷൻ മെത്തേഡാണ് കേട്ടോ. അതായത് നമ്മുടെ ആവറേജിൽ നിന്നും എത്ര മാറി കിടക്കുകയാണ് അത് മാത്രം നമ്മൾ ഇവിടെ നോക്കി നമ്മൾ ആ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 200-ൽ നിന്നും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള വാല്യൂസ് മാത്രം നമ്മൾ എടുത്താൽ മതി. അല്ലാതെ ബാക്കി എല്ലാ വാല്യൂസും ചെയ്ത പോലെ കൂട്ടാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഡീവിയേഷൻ ഐഡിയ കിട്ടിയോ? ഇവിടെ നമ്മൾ അറിയാത്തൊരു ആവറേജ് കാണാൻ പോവാണ്. ഇനി ചില ചോദ്യങ്ങൾ നമുക്ക് ആവറേജ് തരും. അപ്പൊ നമുക്ക് ഒന്നും കൂടി സിമ്പിളാണ്. ആവറേജ് തന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ. ഒന്ന് പറഞ്ഞേ, ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് സിമ്പിൾ ചോദ്യമാണ്. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം തുടക്കത്തിലേ പറഞ്ഞത് സിമ്പിൾ ചോദ്യങ്ങൾക്ക് വെറുതെ പോയിട്ട് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കേണ്ടത്. ജസ്റ്റ് കൂട്ടാൻ നമ്മളെ വളരെ സിമ്പിൾ ആയിട്ട് വാല്യൂ നോക്കി 250, 4, 250, 1000, 1500, 1500/6, 250. ഇവിടെ പോയിട്ട് ഡീവിയേഷനോ മറ്റേ കാര്യങ്ങളൊന്നും കൂടുതലുള്ള വാല്യൂ ആണ് എടുക്കേണ്ടത്. അശ്വിന് അങ്ങനെ ഒരു നിർബന്ധമില്ല കേട്ടോ. ഏത് വാല്യൂ ആണ് എടുക്കുക. ഇപ്പൊ ഞാനിവിടെ 200 എടുത്തു. ഇനിയിപ്പോ എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ ഇനിയിപ്പോ ഞാൻ 300 അസ്യൂം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? ഞാൻ അസ്യൂം ചെയ്യാണ് ഈ ഡാറ്റയുടെ ആവറേജ് 300 ആണ്. ഓക്കെ, 300 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാം. ഇനി ഞാൻ അസ്യൂം ചെയ്ത വാല്യൂ 300 ആണ്. അപ്പൊ ഞാൻ 300-ൽ നിന്നും ഇനി എത്ര ഡീവിയേഷൻ ഉണ്ട് എന്നാ നോക്കട്ടെ. നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ 300 ആണ് ഞാൻ അസ്യൂം ചെയ്തത്. പക്ഷെ 300 വേണമെങ്കിൽ 300 അസ്യൂം ചെയ്തതിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും 300 വെച്ചിട്ടുണ്ട്. ഇതാണ് ആവറേജ് 300 എന്ന് പറഞ്ഞാൽ അല്ലെ? അങ്ങോട്ട് കോമ്പൻസേറ്റ് ചെയ്ത് കിടക്കണം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ 100 കുറവാണ്, -100 ആണ്. ഇവിടെ നോക്കുമ്പോൾ ഡീവിയേഷൻ ഒന്നുമില്ല. കാരണം ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത ആവറേജ് 300 ആണ്, ഇവിടെ 300 ആണ്. അപ്പൊ അത് പോയി. ഇവിടെ നോക്കുമ്പോഴോ 50 കുറവ് അല്ലെ? 50 കുറവ്, 50 കുറവ്, 50 കുറവ്, 50 കുറവ്. ടോട്ടൽ എത്രയായി? ടോട്ടൽ 200 കുറവാണ്. നോക്കിയേ, നേരത്തെ നമുക്ക് ടോട്ടൽ 100 + 200 300 കൂടുതലായിരുന്നെങ്കിൽ ഇവിടെ നോക്കിയേ 2 മൈനസ് ആണ്. ടോട്ടൽ 300 കുറവാണ്. അപ്പൊ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എങ്ങനെയാണ്? അസ്യൂം ചെയ്യേണ്ടത് 300 - 500 അല്ല, ഇവിടെ 300 അല്ലെ? 300 ഇനി കുറവാണെങ്കിലും എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 300/6 എത്ര കിട്ടും? 300 - 50 എത്ര കിട്ടും? 250. ഏത് വാല്യൂ നിങ്ങൾ അസ്യൂം ചെയ്താലും ആൻസർ അവസാനം എത്തുന്ന എവിടെയായിരിക്കും? 250-ലായിരിക്കും. ഇനിയിപ്പോ ഈ വാല്യൂവിനെ അസ്യൂം ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് 400 അസ്യൂം ചെയ്യാം, 500 അസ്യൂം ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ വലിയ വാല്യൂസ് അസ്യൂം ചെയ്യുമ്പോൾ പ്രശ്നം പിന്നെ ഇതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആവും കേട്ടോ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ ഈ കാണുന്ന ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡാറ്റ എടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് 250 എടുത്ത്. 250 എടുത്ത് എന്തിനാന്ന് വെച്ചാൽ 250 എന്നുള്ള ഡീവിയേഷൻ ഇവിടെയും ഇവിടെയൊക്കെ 0 ആണ് അല്ലെ? പിന്നെ ഈ 2 വാല്യൂ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇങ്ങനെയാണ് ആവറേജിൽ അസ്യൂംഡ് മെത്തേഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, 250 എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? 250 ഞാൻ അസ്യൂം ചെയ്തപ്പോൾ ഇവിടെയൊക്കെ 0 ആണ്. ഉദാഹരണത്തിന് ഇതാണ് ഞാൻ അസ്യൂം ചെയ്തത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഒന്നുകൂടെ ചെയ്യണം കേട്ടോ. ഇവിടെയൊക്കെ ഡീവിയേഷൻ എന്താണ്? 0 ആണ്. അപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കുമ്പോൾ 200-ൽ നോക്കുമ്പോൾ ഒരു 50 കുറവാണ്. ഇവിടെയോ 300-ൽ നോക്കുമ്പോൾ ഒരു 50 കൂടുതലുമാണ്. നോക്കിയേ, അപ്പൊ ഈ 50 ക്യാൻസൽ ആയി പോയി. ടോട്ടൽ ഡീവിയേഷൻ 0. ഡീവിയേഷൻ 0 എന്ന് പറഞ്ഞാൽ ഇവരുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട. അതിന്റെ അർത്ഥം നമ്മൾ അസ്യൂം ചെയ്ത ആവറേജ് 250 ഇത് കറക്റ്റ് ആണ്, ഒന്നും ചെയ്യേണ്ട. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ കുറവാണെങ്കിൽ ഇതിന്റെ കൂടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് കുറക്കുക. കൂടുതലാണെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഇത്രേ ഉള്ളൂ.
ജസ്റ്റ് ഒന്ന് ഡീവിയേഷൻ മെത്തേഡ് പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നീ ചോദ്യം ചെയ്തേ, ദ ആവറേജ് ഓഫ് 29.75, 18.25 ആൻഡ് നമ്പർ n ഈസ് 23. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് നമ്പർ n? ഒന്ന് ചെയ്ത് നോക്കിയേ. നമുക്ക് വേണ്ടത് n-ന്റെ വാല്യൂ കാണാം. നേരത്തെ നമുക്ക് തന്നെന്ന് വെച്ചാൽ കുറച്ച് വാല്യൂസ് തന്നിട്ട് അതിന്റെ ആവറേജ് കാണാനാ പറഞ്ഞു അല്ലെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ആവറേജ് തന്നിട്ടുണ്ട്. നോക്കിയേ, 23 തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്പർ തന്നിട്ടുണ്ട്, രണ്ടാമത്തെ നമ്പർ തന്നിട്ടുണ്ട്, മൂന്നാമത്തെ n എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ കാണണം അല്ലേ. അത് പലതരത്തിലുള്ള ചോദ്യം കേട്ടോ. നേരത്തെ ചോദ്യം നമുക്ക് ഡയറക്റ്റ്, ആ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്താൽ മതി. ഇവിടെ നോക്കിയേ 21 അല്ലെ. അതുൽ 21 പറയുന്നു, ഗോപി 21, പ്രമിത, അരവിന്ദ്, ഷിഹാബുദ്ദീൻ എല്ലാവരും 21 എന്ന് പറയും. ഏത് ആൻസർ കറക്റ്റ്? ഇത് തന്നെയാണോ? ഓക്കെ. ഇത് രണ്ട് മെത്തേഡ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചു. എന്താ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഇസ് ഈക്വൽ ടു സം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ് അല്ലെ. ഈ ഇക്വേഷൻ നിങ്ങൾ വേറെ കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഇപ്പൊ ഒരു ഗ്രൂപ്പിന്റെ സമ്മ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സമ്മ് എന്ന് പറഞ്ഞാൽ നോക്കിയേ ആവറേജ് ഇൻറ്റു നമ്പർ കേട്ടോ. എപ്പോഴും നമുക്ക് ആവറേജ് അല്ല ചോദിക്കുക, എപ്പോഴും നമുക്ക് ആവറേജ് കാണാൻ അല്ല ചോദിക്കുക. നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ആവറേജ് തന്നിട്ടുണ്ട്, നമ്പേഴ്സ് എല്ലാം തന്നില്ല, നമ്പർ ഇത്. അപ്പൊ നമുക്ക് സമ്മ് കാണാൻ ചെയ്താൽ മതി, ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ മതി കേട്ടോ. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് മെത്തേഡ് നോക്കാം ആദ്യം. ഡയറക്റ്റ് മെത്തേഡ് എന്താ? ഡയറക്റ്റ് മെത്തേഡ് നമുക്കറിയാം, ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് 23 ആണ് അല്ലെ. ആവറേജ് 23 ആണ്. അതുപോലെ തന്നെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3 നമ്പേഴ്സ് ഉണ്ട്. ആവറേജ് 23 ആണ്, 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടുത്തെ സം എന്താ? 23 ഇൻറ്റു 3 എത്ര കിട്ടും? 69. അതായത് ഈ 3 നമ്പറും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 3 നമ്പറും കൂടെ കൂട്ടിയാൽ 69 കിട്ടണം. ഓക്കെ. അതിൽ 2 നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 69 കുറച്ചാൽ അതാണ് ബാക്കിയുള്ള നമ്പർ. സിമ്പിൾ അല്ലേ? ഈ 2 നമ്പർ ഒന്ന് കൂട്ടി നോക്കിയേ. 29.75 18.25 കൂട്ടിയേ. 29ഉം 18ഉം കൂടിയാൽ 47 അല്ലെ. 47ഉം പിന്നെ ഇത് കൂട്ടണം, 0.75ഉം 0.25ഉം കൂട്ടിയാൽ 1 ആണ്. അപ്പൊ 47 ഒന്നും കൂടിയാൽ 48. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് 48 ആണ്. നമുക്ക് ഒരു കാര്യം അറിയാം, ഇത് 3 കൂടെ കൂട്ടിയാൽ 69 കിട്ടണം. ഈ 2 കൂട്ടുമ്പോൾ 48 കിട്ടിയെങ്കിൽ ഇതെന്തായിരിക്കും പറഞ്ഞേ? ഇത് രണ്ടും കൂടെ 48 ആണ്. ടോട്ടൽ 69 ആവണമെങ്കിൽ n എന്തായിരിക്കണം? 21 ആയിരിക്കണം അല്ലെ. അപ്പോഴല്ലേ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 69 കിട്ടുള്ളൂ. ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിമ്പിൾ അല്ലേ? ഇത് ഡയറക്റ്റ് മെത്തേഡ് ചെയ്താൽ തന്നെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇനി ഞാനിവിടെ ഡീവിയേഷൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഡീവിയേഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക. കാരണം ഒരു 60-70% ചോദ്യങ്ങളിൽ നമുക്ക് ഡീവിയേഷന്റെ ആവശ്യം വരാറില്ല. പലപ്പോഴും പല ആളുകളും ഡീവിയേഷൻ കൺസെപ്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാൻ ആവറേജ് പഠിക്കില്ല എന്ന് പറയുന്നത് അതിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ ചിലതും കിട്ടും കേട്ടോ, ചിലതെല്ലാം ഓൾമോസ്റ്റ് കിട്ടും. പക്ഷെ ഒന്ന് അറിഞ്ഞു വെക്കാം, ഞാൻ ഡീവിയേഷൻ കൂടെ ഞാൻ പറയാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവറേജ് തന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ആവറേജ് അസ്യൂം ചെയ്തത്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ആവറേജ് അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ആവറേജ് എത്രയാണ്? 23 ആണ്. ഈ ഗ്രൂപ്പിന്റെ ആവറേജ് 23 എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 3 പേർക്ക് എന്തുണ്ട്? 23, 23, 23 ഉണ്ട്. ഇതാണ് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും അല്ലെ. ഒരു ക്ലാസിന്റെ ആവറേജ് 25 വയസ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും 25 വയസ്സുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ, ഉള്ളിൽ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും. ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 24 വയസ്സുണ്ടെങ്കിൽ വേറൊരാൾക്ക് 26, അപ്പൊ അവരുടെ കോമ്പൻസേറ്റ് ആയി പോയി അല്ലെ. 20 വയസ്സുണ്ടെങ്കിൽ ഒരാൾക്ക് 30, അപ്പൊ അത് കോമ്പൻസേറ്റ് ആയി പോയി. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ 25 ആവുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ്. 23 ആവറേജ് ഉണ്ട് പറഞ്ഞാൽ 3 പേർക്കും 23 ഉണ്ട്, അതിന് തുല്യമാണ്. ഇതാണ് ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഇവിടെ 23 അല്ല അല്ലെ. നോക്കുമ്പോൾ 29.75, ഇത് 18.25. നോക്കിയേ, നമ്മുടെ ആവറേജ് ആ 23 ആണെങ്കിൽ ഇവൻ എത്ര കൂടുതൽ നോക്കിയേ? 23 ആണ് ആവറേജ് എങ്കിൽ ഇവൻ നോക്കുമ്പോൾ 29.75 ഉണ്ട്. എത്ര കൂടുതലാ? 6.75 കൂടുതലാണ് ഇവന് അല്ലേ. അപ്പൊ ഇവന്റെ കയ്യിൽ 23 അല്ല, 23നെക്കാളും കൂടുതലുണ്ട്. അപ്പൊ അത് വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലേ. ഓക്കെ. അപ്പൊ അടുത്ത ആൾ നോക്കുമ്പോഴോ, ഇവിടെ അടുത്ത ആൾ കിടക്കുന്നത് എന്താണ്? 18.25 ആണ്. നമ്മുടെ ആവറേജ് 23. എത്ര കുറവാ നോക്കിയേ? 23 എത്ര കുറവാണ്? 4.75 മൈനസ് 4.75. ഓക്കെ ആണോ? ടോട്ടൽ 23 വേണം. അതിൽ ഇയാൾക്ക് 6.75 കൂടുതലുണ്ട്, ഇയാൾക്ക് 4.75 കൂടുതലുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ നോക്കുമ്പോൾ നോക്കിയേ, പ്ലസ് മൈനസ് നോക്കുമ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 2.75. ഇവർ രണ്ടുപേരെയും നോക്കുമ്പോൾ ടോട്ടൽ ഒരു 2.75 എക്സ്ട്രാ ഉണ്ട്. സോറി, 2.75 അല്ല, 2 അല്ലെ. ഒരു 2 എക്സ്ട്രാ ഉണ്ട് അല്ലെ. അപ്പൊ 2 എക്സ്ട്രാ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് എന്ത് വേണ്ട? ആ 2ന്റെ ആവശ്യമില്ല അല്ലെ. മൂന്നാമത്തെ ആൾക്ക് 2 കുറവ് മതി. ആവറേജ് 23 ആണെങ്കിൽ അതിന് 2 കുറച്ച് എത്ര കിട്ടും? 21. ഇപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ എപ്പോഴും കുട്ടികളോട് പറയുമ്പോൾ ടൂർ പോകുന്ന കേസ് പറയാറുണ്ട് കേട്ടോ. ആ ടൂർ പോകുന്ന എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നുമില്ല, ഇവിടെ ആവറേജ് 23 എന്ന് പറഞ്ഞാൽ 3 പേര് ടൂർ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ മനസ്സിലാക്കി പെട്ടെന്ന് മനസ്സിലാവും. 3 പേര് ടൂർ പോവുകയാണ്. ആവറേജ് എന്താ? 23. ഒരാൾക്ക് 23 രൂപ വേണം. ടൂർ കോർഡിനേറ്റർ പറഞ്ഞു നിങ്ങൾ ആരെന്തൊക്കെ ചെയ്താലും വേണ്ടില്ല, നമുക്ക് ഒരാൾക്ക് 23 രൂപ ടൂർ പോകാൻ ചെലവാകും.
അല്ലെ? 3 പേർക്ക് 23 രൂപ ടൂർ പോകാൻ ചെലവാകും. അതാണ് ടൂർ കോർഡിനേറ്റർ പറഞ്ഞത്. അത് ഇനി നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തോ, അത് കുഴപ്പമില്ല. നമുക്ക് എന്ത് വേണം? ടൂർ പോകാൻ 23 രൂപ വേണം. അപ്പോഴാണ് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റത്തെ ആള് ഇവൻ കുറച്ച് പൈസക്കാരനാണ്. ശരിക്കും ഇവൻ 23 എടുത്താൽ മതി ടൂർ പോകാൻ. പക്ഷെ ഇവൻ എത്ര എടുക്കുന്നുണ്ട്? 29.75 എടുത്തിട്ടുണ്ട്. അതായത് ഇവന്റെ കയ്യിൽ ഒരു 6.75 റുപ്പീസ് എക്സ്ട്രാ ഉണ്ട്. ഇത് വേണമെങ്കിൽ ഇവൻ ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെ? ദാനം ചെയ്യാം. അതുകൊണ്ടാണ് ഇവൻ 29.75 എടുത്തത്. പക്ഷെ ഇവിടെ നോക്കുമ്പോഴോ ഇവൻ ഒരു പാവപ്പെട്ട വീട്ടിലാണ്, അല്ലെ? ഇവൻ ടൂർ പോകാൻ 23 എടുക്കാൻ ഇവന്റെ കയ്യിലില്ല. ഇവന്റെ കയ്യിൽ എത്രയേ ഉള്ളൂ? 4.75 ഉള്ളൂ. നോക്കിയേ, ആവറേജിനെക്കാളും ഇവന് ടൂർ പോകാൻ 4.75 കൂടി ഇനി വേണം, അല്ലെ? എത്ര കുറവാ? 4.75 കുറവാണ്. ഇത് ഇനി ആരെങ്കിലും കൊടുത്തിട്ട് വേണം ഇവന് ടൂർ പോകാൻ. അപ്പൊ നോക്കുമ്പോൾ മനസ്സിലായത് ഇവന്റെ കയ്യിൽ 6.75 എക്സ്ട്രാ ഉണ്ട്, ഇവന്റെ കയ്യിൽ 4.75 കുറവുണ്ട്. ഇവന് വേണ്ട 4.75 ഇവൻ കൊടുത്താലും പിന്നെയും ഇവന്റെ കയ്യിൽ എന്താണ്? 2 രൂപ എക്സ്ട്രയാണ്, അല്ലെ? 2 രൂപ എക്സ്ട്രയാണ്. ടൂർ പോകാൻ എത്ര മതി? ടൂർ പോകാൻ 23 മതി. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നോക്കുമ്പോഴും, അതായത് ഈ ഫസ്റ്റ് ആൾക്ക് കൊടുത്തിട്ട് പോലും ഇവന്റെ കയ്യിൽ പിന്നെ 2 രൂപ എക്സ്ട്രാ ആണെങ്കിൽ ആ 2 രൂപ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി മൂന്നാമതൊരാളുണ്ട്, എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾക്കും ടൂർ പോകാൻ എത്ര വേണം? 23 വേണം അയാൾക്ക് ടൂർ പോകാൻ. പക്ഷെ ഈ 2 ഇവിടെ എക്സ്ട്രാ ഉണ്ട്, അത് അവന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര മതി? അവന് 21 മതി. മനസ്സിലായോ? ഇങ്ങനെ ചിന്തിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ സിമ്പിൾ ആയിട്ട് ആവറേജ് കിട്ടും. ഇതിപ്പോ മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ ടൂർ പോകാൻ 23 മതി, ഇവന്റെ കയ്യിൽ 2 എക്സ്ട്രാ ഉണ്ട്. കാരണം ഓൾറെഡി ഇവൻ ഈ 6.75 ഒരു 4.75 ഇവന് കൊടുത്തു. അങ്ങനെ ഇവന്റെ ടൂറിന്റെ കാര്യം സെറ്റ് ആക്കി. കാരണം ഇവന് 18.25 ഉള്ളത് സെറ്റ് ആക്കി. ഓക്കെ ആണോ? എന്നിട്ടും 2 രൂപ ബാക്കിയാണ്. ആ 2 രൂപ ആർക്കും കൊടുത്തു? എടുത്താക്കും കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതാണ് ഡീവിയേഷൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, നമ്മളിവിടെ ആകെ ചെയ്തത് ഈ കാൽക്കുലേഷനാണ്. 6.75 4.75 ബാക്കി 2. ഈ കാൽക്കുലേഷൻ മാത്രമേ ചെയ്തുള്ളൂ. അല്ലെങ്കിലോ ഇത് മൊത്തം കൂട്ടാൻ നിൽക്കണം കേട്ടോ. ഇത് ചെറിയ നമ്പർ ആകുമ്പോൾ കുഴപ്പമില്ല, വലിയ നമ്പർ ആകുമ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സെറ്റ് ആണ് അല്ലേ? ഇനി എപ്പോഴും ഇങ്ങനത്തെ ആവറേജിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ടൂറിന്റെ കാര്യം ചിന്തിച്ചു കേട്ടോ. ടൂർ പോകാൻ എത്ര വേണം? അതാണ് ഇവിടുത്തെ ആവറേജ് എന്ന് പറയുന്ന സാധനം. ആവറേജ് ആണ് ടൂർ പോകാൻ എടുക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് കുറവുണ്ടെങ്കിൽ അത് വേറൊരാൾ കൊടുത്താൽ മതി. ഒരാൾക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് ഇനി എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് അടുത്ത ആൾ കൊടുത്താൽ മതി കേട്ടോ. എന്തെങ്കിലും കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ അത് മറ്റേ ആളിൽ നിന്ന് കുറവ് വാങ്ങിയാലും മതി. ഓക്കെ ആണോ? ഇതൊന്നും ചെയ്തേ. ഇതാ ആവറേജ് ഓഫ് A11, 23 and 17 is 15 and average of A, B, 12 and 25 is 16. Value of A by B. A B കണ്ടിട്ട് മൈനസ് വന്നാൽ ആഡ് ആക്കണം എന്ന് ചോദിച്ചു. അതെ, മൈനസ് വന്നതിന്റെ അർത്ഥം എന്താ? മൈനസ് വന്നാൽ അതിന്റെ അർത്ഥം ഉദാഹരണത്തിന് കഴിഞ്ഞ വാല്യൂവിൽ നമുക്ക് ഇവിടെ നോക്കിയേ, ഈ +2 കിട്ടിയതിന് പകരം ഇവിടെ -2 എന്ന് വിചാരിക്കും. അതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ടോട്ടൽ നോക്കുമ്പോൾ 2 രൂപന്റെ കുറവുണ്ട്, അല്ലെ? ടൂർ പോകണമെങ്കിൽ എത്ര വേണം? 23 തികച്ച് വേണം. പക്ഷെ 23ലേക്ക് ഇവരുടെ 2 പേരുടെയും കയ്യിൽ 2 കുറവുണ്ട്. അപ്പൊ ആ 2 ആരെടുക്കണം? ഇയാൾ എടുക്കണം. ഇയാൾക്ക് എത്ര വേണം? ഇയാൾക്കപ്പോ ഇയാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ഇയാളുടെ കാര്യം മാത്രം നോക്കാൻ 23 എടുത്താൽ മതി. പക്ഷെ മറ്റു പേർക്ക് 2 കുറവുണ്ട്. ആ 2 കൂടെ ആരെടുക്കണം? ഇയാൾ എടുക്കണം. നെഗറ്റീവ് വരുമ്പോ അങ്ങനെയാ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ചെയ്തേ, ഇവിടെ ചെയ്തേ. അതായത് ഓൾറെഡി കയ്യിൽ മറ്റവരുടെ കയ്യിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് അത്രയും കുറച്ചെടുത്താൽ മതി ഇയാൾക്ക്. ഇവർ കുറവാണെങ്കിൽ അത് മറ്റേ ആൾ വേണം എടുക്കാൻ. പറ. A11, 23 and 17. ഇത് ചെറിയ വാല്യൂ ആകുമ്പോൾ ഒരു ഡീവിയേഷൻ ഒന്നും ചിന്തിക്കണ്ട, ഡയറക്റ്റ് ചെയ്യും. നോക്കിയേ, ഇവിടെ നമുക്ക് A കാണണം അല്ലേ? ഈ 4 നമ്പർ നോക്കിയേ, A11, 23, 17. കാരണം 4 നമ്പറിന്റെ ആവറേജ് ആണ് 15. 4 നമ്പറിന്റെ ആവറേജ് 15 ആണെങ്കിൽ അതിന്റെ സം എന്തായിരിക്കും? 4 × 15 എത്ര കിട്ടും? 60. ഇവരുള്ളിൽ എന്തൊക്കെ ആയിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല, ടോട്ടൽ ഇത് 4 കൂടെ കൂട്ടിയാൽ എത്ര വേണം? 60 കിട്ടണം. 4 കൂടെ കൂട്ടി 60 വേണമെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ 17 ആണ്, ഇവിടെ 23. ടോട്ടൽ ആയി 17 23 കൂട്ടിയാൽ 40, 40 11 കൂട്ടിയാൽ 51 ആയി. ഇത് 3 കൂട്ടുമ്പോൾ 51 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 60 കിട്ടണമെങ്കിൽ A എന്തായിരിക്കും? ടോട്ടൽ 60 ആണ്, 3 കൂടെ കൂട്ടുമ്പോൾ 51 കിട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം A എന്താണ്? A എന്ന് പറഞ്ഞാൽ 9 ആണ്, അല്ലെ? ഓക്കെ, അപ്പൊ A 9 കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ നമ്പർ എന്ന് പറഞ്ഞാൽ Aയും Bയും 12ഉം 25 ഉണ്ട്. അപ്പൊ A നമുക്ക് കിട്ടി എന്താണ്? A എന്ന് പറഞ്ഞാൽ 9. അപ്പൊ എന്തൊക്കെയാണ് വാല്യൂസ്? 9 ഉണ്ട്, B ഉണ്ട്, 12 ഉണ്ട്, പിന്നെ 25 ഉണ്ട്. ഇതിന്റെ ആവറേജ് എത്രയാണ്? ആവറേജ് 16 ആണ്. ഇവിടെ നമുക്ക് A മനസ്സിലായി, 9 ആണ്. ഇനി ഇവിടെ ഒരാൾ മാത്രമേ അറിയാനുള്ളൂ, B ആണ്. നോക്കിയേ, ഈ 4 നമ്പറിന്റെ ആവറേജ് 16 ആണ്. 4 നമ്പറിന്റെ ആവറേജ് 16 ആണെങ്കിൽ സം എന്താ? സം 64 ആണ്. അതായത് ഈ 4 നമ്പറോട് കൂട്ടിയാൽ 64 കിട്ടണം. നോക്കിയേ, എത്ര ഉണ്ട് ടോട്ടല്? 25ഉം 12ഉം കൂട്ടിയാൽ 37, 37ഉം 9ഉം കൂട്ടിയാൽ 46 അല്ലെ? 46 കിട്ടി. ഓക്കെ, അപ്പൊ ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 46 ആണ്. ടോട്ടൽ 64 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ B എന്ന് പറഞ്ഞ നമ്പർ എത്രയായിരിക്കണം? ബാക്കിയുള്ള നമ്പർ അല്ലെ? 46 ആയിട്ടുള്ളൂ, ബാക്കി എത്ര ഉണ്ട്? 18. B എന്ന് പറഞ്ഞാൽ 18 കിട്ടും. B എന്ന് പറഞ്ഞാൽ 18 കിട്ടി.
നമുക്ക് എന്താ വേണ്ടത്? എ ബൈ ബി. എ എന്ന് പറഞ്ഞാൽ 9, ബി എന്ന് പറഞ്ഞാൽ 18, എ ബൈ ബി എന്ന് പറഞ്ഞാൽ 1/2. ഏത് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ? അതെ, ഓപ്ഷൻ ഡി അല്ലേ? സിമ്പിൾ ആയിട്ട് കിട്ടും. ഇനി എങ്ങനെ ഡീവിയേഷൻ ചെയ്യുമെന്ന് പറഞ്ഞ് ചെറിയ ചെറിയ നമ്പറിൽ പ്രാക്ടീസ് ചെയ്താലേ വലിയ നമ്പറിലേക്ക് എത്തുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുള്ളൂ കേട്ടോ. ഡയറക്റ്റ് മെത്തേഡ് സിമ്പിൾ ആണ്, ഒന്നും ചെയ്യാനില്ല, കിട്ടി. ഇനിയോ ഡീവിയേഷൻ മെത്തേഡ്. ഫസ്റ്റ് ഈ ഡാറ്റ എന്ന് പറഞ്ഞ ഡീവിയേഷൻ മെത്തേഡ് നമുക്കറിയാം. ഇവിടെ നമുക്ക് ആവറേജ് അസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല. ആവറേജ് നമുക്കറിയാം 15 ആണ്. അതായത് ടൂർ പോകാൻ എത്ര വേണം? ടൂർ പോകാൻ 15 രൂപ വേണം അല്ലെ? ഇവിടെ നോക്കുമ്പോൾ ഇവന്റെ കയ്യിൽ 2 രൂപ എക്സ്ട്രാ ഉണ്ട്. ഇവന്റെ കയ്യിലോ? ഇവന്റെ കയ്യിൽ നോക്കുമ്പോൾ 8 രൂപ എക്സ്ട്രാ ഉണ്ട്. ഇവന്റെ കയ്യിൽ നോക്കുമ്പോഴോ ഇവന്റെ കയ്യിൽ 4 രൂപ കുറവാണ്. അപ്പൊ ഇവന് വേണ്ട 4 ഇവൻ കൊടുത്തു എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് 8 നിന്ന് 4 കൊടുത്താൽ പിന്നെ 4 എക്സ്ട്രാ ആണ്. ഇവിടെ 4 എക്സ്ട്രാ, ഇവിടെ 2 എക്സ്ട്രാ, ടോട്ടൽ 6 എക്സ്ട്രാ ഉണ്ട് ഈ 3 പേരുടെയും കയ്യിൽ. അതിന്റെ അർത്ഥം എന്താ? ഈ 4ാമത്തെ ആൾക്ക് ടൂർ പോകാൻ 15 എടുക്കണോ? വേണ്ട, ഓൾറെഡി ഇവരുടെ കയ്യിൽ 6 രൂപ എക്സ്ട്രാ ഉണ്ട്. അപ്പൊ എത്ര എടുത്താൽ മതി? 15 6 കുറച്ചാൽ 9 എടുത്താൽ മതി. ആര്? ഈ എ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ എന്റെ വാല്യൂ 9 ആണ് അല്ലെ? എന്റെ വാല്യൂ 9 ആണ്. ഇങ്ങനെ ഡയറക്റ്റ് ഇതേപോലെ മെത്തേഡിൽ നമുക്ക് എന്തും കാണാം, ഈ രണ്ടാമത്തും കാണാം. ഇതേ മെത്തേഡിൽ നിങ്ങൾ രണ്ടാമത്തെ ചെയ്തു നോക്കുക കേട്ടോ. കാരണം എ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് 9 കിട്ടിയാൽ ഇതേ ഡീവിയേഷനിൽ നിങ്ങൾ രണ്ടാമത്തും കൂടെ ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് അവിടുന്ന് ബിയും കിട്ടും. റെഡി അല്ലേ? പറ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡീവിയേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. ശരിക്കും മനസ്സിലാക്കിയില്ലേ ഭയങ്കര ഡീവിയേഷൻ മെത്തേഡ് പറഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ടതാവും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. പക്ഷെ മനസ്സിലാക്കിയാൽ ഇവിടെ നല്ല നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല നല്ല വാല്യൂസ് ഒക്കെ വരുമ്പോൾ ബാക്കിയുള്ളവർ വലിയ കാൽക്കുലേഷനിൽ നീട്ടി വലിച്ചെഴുതുന്ന സാധനം നിങ്ങൾ ചെറിയ കാൽക്കുലേഷനിൽ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തും. ഓക്കെ, അടുത്ത ഏത് ഞാൻ പറഞ്ഞ് ചെയ്തു നോക്കുക കേട്ടോ. ലാസ്റ്റ് വാല്യൂ നിങ്ങൾ വാല്യൂസ് എടുത്ത് ചെയ്തു നോക്കുക. ദ ആവറേജ് ഓഫ് 2 numbers is 46. സെറ്റ് അരവിന്ദ് അല്ലെ? ഓക്കെ അരവിന്ദ്, സെറ്റ്. Together with a third number, the combined average of 3 numbers change to 43. What is the third number? അതായത് നിങ്ങൾ നല്ല റെസ്പോൺസ് ഉള്ള ബാച്ച് ആണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങളൊന്നും ആരും അധിക കാലം നിൽക്കൂല, ഒരു 1-2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും കുറഞ്ഞ് പിന്നെ കുറച്ച് ആൾക്കാരാവും എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. എല്ലാവരും കൃത്യമായിട്ട്, എല്ലാവരും ഞാൻ പറയുന്നില്ല, തുടക്കത്തിൽ ഉണ്ടായിരുന്നതിന്റെ ഒരു പകുതി ആളുകൾ ഇപ്പൊ സ്ഥിരമായിട്ട് കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സും ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഫോളോ ചെയ്യുന്നുണ്ട് മാത്രമല്ല, നിങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ CGL മാത്രമേ ഇതുവരെ ക്ലാസ് എടുത്തിട്ടുള്ളൂ. CGL ക്ലാസ് എടുക്കുമ്പോൾ അവർ ഒന്നും കൂടെ ഹൈ ലെവലായിട്ട് പഠിക്കുന്ന. അപ്പൊ ആ ഒരു ലെവൽ ഞാൻ വിചാരിച്ചു RRB ലെവലിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടികളൊന്നും ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ ഒക്കെ നിർത്തിപ്പോ ഒരു ആവേശത്തിൽ വന്നതാണ്. കാരണം 99 രൂപന്റെ കോഴ്സ് അല്ലേ, അപ്പൊ ഒന്ന് എടുത്ത് നോക്കാന്നുള്ള ആവേശത്തിൽ വന്നതാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അത്യാവശ്യം. എനിക്ക് തോന്നുന്നു ഈ എടുക്കുന്ന ആളുകളെല്ലാം ഒരു RRB, NTPC അല്ലെങ്കിൽ CGL പോലത്തെ പരീക്ഷ ക്ലിയർ ചെയ്യാൻ യോഗ്യതയുള്ള ആളുകൾ തന്നെയാണ്. നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാം. 37C എന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, സിമ്പിൾ ആണ്. നോക്കിയേ, ഇതെന്താ ചെയ്യേണ്ടത്? 2 നമ്പറിന്റെ ആവറേജ് 46 ആണ്. ടുഗദർ വിത്ത് തേർഡ് നമ്പർ ദ ആവറേജ് ചേഞ്ച് ടു 43. വാട്ട് ഇസ് തേർഡ് നമ്പർ? ഇവിടെ പറഞ്ഞ ഇത്രേ ഉള്ളൂ. 2 നമ്പറിന്റെ ആവറേജ് 46 ആണ്. അവരുടെ കൂടെ ഒരാളും കൂടെ വന്നപ്പോൾ ആവറേജ് എന്ത് ചെയ്തു? കുറഞ്ഞു അല്ലെ? ആവറേജ് കുറഞ്ഞു. അങ്ങനെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. ഒരു ആവറേജ് ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് കുറഞ്ഞ നമ്പറുള്ള ഒരാൾ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? ആവറേജ് കുറയുക കേട്ടോ. അതായത് ഓൾറെഡി ഒരു വലിയൊരു ആവറേജ് ഉള്ള ഒരു ഗ്രൂപ്പിലേക്ക് കുറഞ്ഞ നമ്പർ ഉള്ള ഒരാൾ വരുമ്പോഴാണ് ആവറേജ് കുറയുക. എന്നാലോ ഉദാഹരണത്തിന് ഓൾറെഡി നിങ്ങളുടെ കുറച്ച് പേരുടെ കയ്യിൽ ഒരു 5 മിഠായി വെച്ചിട്ടുണ്ട്. അപ്പൊ ആവറേജ് 5 മിഠായി. ആ ഗ്രൂപ്പിലേക്ക് ഒന്നുമില്ലാതെ ഒരുത്തം വന്നു. അപ്പൊ ഇനി ആവറേജ് ഇതേക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ അവനെടുത്ത് കൊടുക്കണം അല്ലെ? അപ്പൊ നിങ്ങളുടെ ആവറേജ് കുറയും. ഇനി ഓൾറെഡി നിങ്ങളുടെ 5 പേരുള്ള നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് 50 മിഠായി കൊണ്ട് ഒരാൾ വരികയാണ്. അപ്പൊ നിങ്ങളുടെ ആവറേജ് കൂടും. കാരണം ഇവന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഉള്ള മിഠായിയൊക്കെ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ ആവറേജ് കൂടും. അപ്പൊ ഓർത്ത് വെക്കുക കേട്ടോ. ഇവിടെ ഒരാൾ വന്നപ്പോ ആവറേജ് കുറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇവന്റെ നമ്പർ ഇവന്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ആവറേജിനേക്കാളും കുറവാണ്. അതുകൊണ്ടാണ് കുറഞ്ഞത് കേട്ടോ. ഇവിടെ അതൊന്നും നോക്കണ്ട. ഇവിടെ ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞു. ഇവിടെ നോക്കിയേ, 2 പേരുടെ ആവറേജ് 46 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഒരാൾക്ക് 46, അടുത്താൾക്ക് 46 അല്ലേ? ഇനിയോ ഒരാളും കൂടെ അതിലേക്ക് വന്നപ്പോൾ 46 എന്തായി കുറഞ്ഞു? 43 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എത്ര ആളുണ്ട്? ഒരാളും കൂടി വന്നു പറയുമ്പോൾ 3 പേരുണ്ട് അല്ലെ? ആദ്യം ഉണ്ടായിരുന്ന 2 പേരുണ്ട്, മൂന്നാമത്തെ ഒരാളുണ്ട്. അപ്പൊ 3 പേർക്ക് എത്ര ഉണ്ട്? 43. ഇത് ഡയറക്റ്റ് മെത്തേഡ് പറയുകയാണെങ്കിൽ സിമ്പിൾ. നോക്കി, ഡയറക്റ്റ് മെത്തേഡ് എന്താ? 2 പേര് 46 ആണ് ആവറേജ്. അപ്പൊ 2 പേരുടെ സമ്മം കിട്ടും 46 × 2 92. ഇതാണ് 2 പേരുടെ സമ്മം. 3 പേരാകുമ്പോഴോ 43 ആവും. 3 പേരുടെ ആവറേജ് 43 ആണെങ്കിൽ 3 പേരുടെ സമ്മം എന്താ? 43 × 3 എത്ര കിട്ടും? 129 അല്ലെ? അത് 2 പേരുടെ സമ്മ് 92 ആണ്,
3 പേരുടെ സമ്മ് 123 ആണെങ്കിൽ ഈ എക്സ്ട്രാ വരുന്ന ആരാ? അത് മൂന്നാമത്തെ ആളല്ലേ? എക്സ്ട്രാ വരുന്ന എത്ര നോക്കിയാൽ 92 എത്ര കൂട്ടുമ്പോഴാണ് 129? 37 അല്ലേ? അപ്പൊ ഇതാണ് മൂന്നാമത്തെ ആളുടെ നമ്പർ. മനസ്സിലായോ? ഇത് ഡയറക്റ്റ് മെത്തേഡ് ആണ്, അതുകൊണ്ടാണ് ഞാനത് അധികം സമയം എടുത്ത് പറയാം കേട്ടോ. ഇവിടെ നോക്കുക, 2 പേർക്ക് 46 46 ഉണ്ട്. 3 പേരെത്തുമ്പോഴോ അത് 43 43 43 ആയിട്ട് റെഡ്യൂസ് ആയി. പക്ഷെ ഇവിടെ റെഡ്യൂസ് ആകാൻ പറ്റും ശരിക്കില്ല, ഇവർക്ക് 46 ഉണ്ട്, ആവറേജ് ആണ് 43 ആയത്. അതിന്റെ അർത്ഥം ഇവന്റെ ആവറേജ് ആയിട്ടുള്ള 43 മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇവർ നോക്കി. ഇവർ എത്ര കുറവുണ്ട്? 46 43 ആയിട്ട് കുറഞ്ഞില്ലേ? ഈ 3 കൊടുത്തത് ഇവൻ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്, ശരിക്കും ഇവൻ ഇത്ര ഇല്ല. അപ്പൊ ഇവന്റെ ഒരു 3 കുറക്കണം, ഇവന്റെ 3 കുറക്കണം, ടോട്ടൽ 6 കുറച്ച് എത്ര കിട്ടും? ശരിക്കും ഇവന് 37 ഉള്ളൂ കേട്ടോ. ശരിക്കും ഇവന്റെ കയ്യിൽ 37 ഉള്ളൂ. ഈ 37 ഉള്ളത് ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 46 2 പേര് ഓരോ 3 വെച്ച് കൊടുത്തിട്ട് ഇവനും 43 ആക്കിയത് കേട്ടോ. അപ്പൊ ഇവന് 37 ഉള്ളൂ. സിമ്പിൾ ആയിട്ട് അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ ആണോ? 43 മൈനസ് 6 അഹിമാനോട് ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്തോ. അതായത് ഇവന് 43 ആണ്, ഇവരുടെ കയ്യിൽ നിന്ന് 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 43 ആയത് ശരിക്കും ആവറേജ്. ശരിക്കും ഇവര് 43 ഒന്നും ഇല്ല കേട്ടോ. ഇവര് 43 ഇല്ല, ഇവര് ശരിക്കും 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 43 2 പേരും ഓരോ 3 വെച്ച് കൊടുക്കുമ്പോഴാണ് എന്താവുന്നത്? ടോട്ടൽ ആവറേജ് 43. അപ്പൊ ശരിക്കും ഇവന്റെ കയ്യിൽ നിന്ന് 6 കുറക്കണം. 6 കുറച്ച് എത്ര കിട്ടും? 37 കേട്ടോ. സിമ്പിൾ ആയിട്ട് കിട്ടും. ഡയറക്റ്റ് മെത്തേഡ് ചെയ്താൽ മതി. ഈ ക്വസ്റ്റൻ ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. 43 × 3 46 × 2 കുറച്ചാൽ കിട്ടുന്ന ആരാണ്? മൂന്നാമത്തെ നമ്പറാണ് കേട്ടോ. അടുത്തൊന്നും ചെയ്തേ. ഒരു മിനിറ്റ്. ഓക്കെ, ഇതൊന്നും ചെയ്തേ. എന്നിട്ട് അടുത്ത നമ്പർ ചെയ്യും. ഈ ക്വസ്റ്റൻ ചെയ്തേ, ഇതൊന്നും ചെയ്ത് നോക്കിയേ, എന്നിട്ട് ആ ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. The average of 7 numbers is 143. After cutting one number, the average remains the same. Find the excluded number. അറിയാ? വിഷ്ണു എന്ന് പറയുന്നുണ്ട്, ജസ്ന എന്ന് പറയുന്നുണ്ട്, ബാക്കിയുള്ളത് ഓക്കെ. ഇതിന്റെ കൺസെപ്റ്റ് അറിയുന്നത് ജസ്റ്റ് 2 സെക്കൻഡിൽ ഇതിന്റെ ആൻസർ പറയാം. ആൻസർ മാർക്ക് ചെയ്യേണ്ട സമയം മാത്രമേ എടുക്കുള്ളൂ. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് 143 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക് 143 ഉള്ള ഗ്രൂപ്പിലേക്ക് ഒരു 143 കൂടുതലുള്ള ഒരു നമ്പർ വന്നാൽ ആ ഗ്രൂപ്പിന്റെ ആവറേജ് കൂടും അല്ലെ? 143 കുറവുള്ള ഒരാൾ വന്നാൽ ആ ഗ്രൂപ്പിന്റെ ആവറേജ് കുറയും. ഇനി 143 ഉള്ള ഒരാൾ വന്നാലോ ആ ഗ്രൂപ്പിനൊന്നും സംഭവിക്കില്ല, ആവറേജ് കേട്ടോ. അതായത് ഒരു ഗ്രൂപ്പിലേക്ക് ഒരു ആവറേജ്, ഇപ്പൊ ഉദാഹരണത്തിന് ഈ നിങ്ങളുടെ ക്ലാസിന്റെ ആവറേജ് വയസ്സ് 25 ആണെങ്കിൽ ആ ക്ലാസ്സിലേക്ക് 25 വയസ്സുള്ള എത്ര ആൾക്കാർ വന്നാലും എന്ത് ചെയ്യില്ല, അവിടെ ആവറേജ് മാറൂല. അല്ലെങ്കിൽ 25 വയസ്സ് ആവറേജ് ഉള്ള വേറെ ഏത് ഗ്രൂപ്പ് വന്നാലും ആവറേജ് മാറൂല. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് 25 വയസ്സുള്ള ഒരാൾ പോയി എന്ന് വിചാരിക്കുക, ആവറേജ് എന്ത് ചെയ്യില്ല, മാറൂല. അതായത് സെയിം ആവറേജ് ഉള്ള ഒരാൾ വന്നാലോ പോയാലോ എന്തില്ല, ആ ഗ്രൂപ്പിനൊന്നും സംഭവിക്കൂല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഗ്രൂപ്പിന്റെ ആവറേജ് 143 ആണ്, 7 ആളുള്ളത് അല്ലെ. അതിന് ഒരാൾ പോയപ്പോൾ പോലും ആവറേജ് റിമെയിൻസ് ദ സെയിം, ആവറേജിന് ഒരു മാറ്റവും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം പോയാളുടെ എത്രയാണ്? പോയാക്കും 143 ആണ്. അതുകൊണ്ടാണ് ആവറേജിന് മാറ്റമൊന്നും സംഭവിക്കാതെ കേട്ടോ. ഇനി ഇതേ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചും ചോദിക്കാം. ഒരാൾ ആ ഗ്രൂപ്പിൽ വന്നപ്പോഴും ആവറേജ് ഒന്നും മാറിയില്ല. അതിന്റെ അർത്ഥം എന്താ? ആ ഗ്രൂപ്പിലേക്ക് വന്ന ആളുടെ നമ്പർ എന്താണ്? 143 ആണ് കേട്ടോ. ഈ കാര്യം ഓർത്ത് വെക്കുക. ഇതിനേക്കാളും കൂടുതൽ, ഇതിനേക്കാളും കുറവ്, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതാണ് ശരിക്കും ഡീവിയേഷൻ എന്ന് പറയും. ആവറേജിനെക്കാളും എത്ര കൂടുതലും കൊണ്ടാണോ അയാൾ വരുന്നത്, അല്ലെങ്കിൽ ആവറേജിനെക്കാളും എത്ര കുറവും കൊണ്ടാണോ അയാൾ വരുന്നത്, അത് മാത്രമേ നമ്മളുടെ ആവറേജിന് മാറ്റാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഓക്കെ ആണോ? ഇനി 143 ആണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ അല്ലേ? ഇന്ന് ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആ കൺസെപ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നോക്കി, if the average of the numbers 5, 7, 9, 12, 13, t, 20 is t, then what is the value of t? അതായത് 5, 7, 9, 12, 13, t, 20 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. ആ 7 നമ്പറിൽ ടി നമുക്കറിയില്ല, പക്ഷെ ഇതിന്റെ ആവറേജ് എന്താണ്? ടി ആണ്. ഇതാ ചെയ്ത് നോക്കിയേ, ആവറേജും ടി ആണ്. പറ, ഇതെങ്ങനെ ടി കാണും? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ബി പറയുന്നു. പ്രമിത ബി, ഷിഹാബുദ്ദീൻ ബി. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ നോക്കുക. നമുക്ക് വേണ്ടത് ഇതിൽ മൊത്തം, ശരിക്കും നമ്മൾ എന്താ ചെയ്ത് മൊത്തം കൂട്ടും, ഡിവൈഡഡ് ബൈ 7, അതാണ് ടി അല്ലെ.
ഇവിടെ നോക്കിയാൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ടീനെ ഒഴിവാക്കി എന്തെങ്കിലും സംഭവിക്കുമോ? ഈ ഗ്രൂപ്പിൽ നിന്ന് ടീനെ ഞാൻ ഒഴിവാക്കിയാൽ ഇതിന്റെ ആവറേജ് എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം ഈ ഗ്രൂപ്പിന്റെ ആവറേജ് ടി ആണ്. ടി ആവറേജ് ഉള്ള ഗ്രൂപ്പിൽ നിന്നും ടി ഉള്ള ഒരാളെ പോയാലും ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ള ആൾക്കാരുടെ ആവറേജ് എന്തായിരിക്കും? ടി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ നമ്മൾ ഈ ടീനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയാലും ഒരു കുഴപ്പമില്ല. ടീനെ മാറ്റി നിർത്തിയിട്ട് ചിന്തിച്ചാൽ മതി. നോക്കിയേ, ബാക്കിയുള്ള 6 ആൾക്കാരുടെ ആവറേജ് ടി ആണ്. അങ്ങനെയാണെങ്കിൽ ടി എത്രയെന്നാ ചോദ്യം. എല്ലാം കൂട്ടിയാൽ മതി അല്ലേ? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ എല്ലാം കൂട്ടി നോക്കിയേ. 5 7 12 12 9 21 21 12 33 33 13 46 46 20 66. സം 66 ആണ്. എത്ര നമ്പർ ബാക്കിയുണ്ട്? 1 2 3 4 5 6 ബാക്കിയുണ്ട്. 66 6 11. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. അപ്പൊ ഈ ഗ്രൂപ്പിൽ നമ്മൾ ടീനെ ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഈ ഗ്രൂപ്പിൽ ടി ഇല്ല എന്ന് വിചാരിച്ചാൽ മതി. ഈ ഗ്രൂപ്പിൽ ടി പോയി, ഒരു പ്രശ്നവുമില്ല. കാരണം ഈ ഗ്രൂപ്പിന്റെ ആവറേജ് ടി ആണ്. ടി ആവറേജ് ഉള്ള ഗ്രൂപ്പിൽ നിന്നും ടി നമ്പറിൽ ഒരാൾ പോയാലും ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ടി നമ്പറിൽ ഒരാൾ വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഞാൻ ഈ പറയുന്ന വാല്യൂ ഒക്കെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഡീവിയേഷൻ വെച്ച് ചെയ്ത് നോക്കാം. മീൻ ഡീവിയേഷൻ വെച്ച് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പ്രാക്ടീസ് ചെയ്ത മെത്തേഡിൽ എല്ലാം വാല്യൂ ഇതുപോലെ സിമ്പിൾ ആയിക്കോണം ഒരു നിർബന്ധമില്ല. ഓക്കെ, അത് ചെയ്തേ. To win a competition, Jermilin needs an average of 80 marks in 4 exams. His marks in the first 3 exams are 81, 77, 73. How many marks should he score in the 4th exam to win the competition? ഇതൊക്കെ ഡീവിയേഷൻ വെച്ച് ചെയ്ത് നോക്കിയേ. ഡയറക്റ്റ് മെത്തേഡ് ചെയ്യണ്ട, ഡീവിയേഷൻ വെച്ചുള്ള ചെയ്തു. ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. അതായത് ഈ കോമ്പറ്റീഷൻ ടോട്ടൽ എത്ര വേണം? ആവറേജ് 80 മാർക്സ് വേണം. ആവറേജ് 80 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 4 സബ്ജക്ട് ഉണ്ടെങ്കിൽ 4നും 80 80 80 80 വെച്ചിട്ട് വേണം. ഇതാണ് ശരിക്കും ഇത് ജയിക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഒരു പരീക്ഷ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ മറ്റേ പരീക്ഷ കുറഞ്ഞാലും പ്രശ്നമില്ല അല്ലേ? ഓൾറെഡി ഒരു പേപ്പറിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിന് അത്രയും കുറഞ്ഞാലും കുഴപ്പമില്ല. കോമ്പൻസേറ്റ് ചെയ്ത് പോവാം. എത്ര ആൻസർ? 89 എ എന്ന് പറയുന്നത് അല്ലേ? നോക്കുക, ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിചാരിക്കാം. ടൂർ പോകാൻ 80 രൂപ വേണം. ഫസ്റ്റത്തെ ആൾക്ക് എത്ര ഉണ്ട്? ഫസ്റ്റത്തെ ആളുടെ കയ്യിൽ 81 ഉണ്ട്, രണ്ടാമത്തെ ആളുടെ കയ്യിൽ 77 ഉണ്ട്, മൂന്നാമത്തെ ആളുടെ കയ്യിൽ 73, നാലാമത്തെ ഒരാളുണ്ട്. ഇയാൾക്ക് എത്രയാ വേണ്ടതെന്ന ചോദ്യം. നോക്കിയേ, ടൂർ പോകാൻ 80 രൂപ വേണം. ഇവന്റെ കയ്യിൽ 1 രൂപ എക്സ്ട്രാ ഉണ്ട്. ഇവന്റെ കയ്യിലോ 3 രൂപ കുറവാണ്. ഇവന്റെ കയ്യിലോ നോക്കിയേ 80 വേണമെങ്കിൽ 7 രൂപ കുറവാണ്. ഓക്കെ ആണോ? നോക്കിയേ, ഇവന്റെ കയ്യിൽ 1 എക്സ്ട്രാ ഉണ്ട്. ആ 1 ഇവന് കൊടുത്താലും പിന്നെ 2 കുറവാണ്. ഇവിടെ 2 കുറവ്, ഇവിടെ 7 കുറവ്, ടോട്ടൽ 9. ഈ 3 ആൾക്കാരെ നോക്കുമ്പോൾ തന്നെ 9 കുറവാണ്. ഈ 3 ആൾക്കാരെ നോക്കുമ്പോൾ 9 കുറവാണ്. പക്ഷെ ടൂർ പോയാൽ പറ്റൂ. ടൂർ പോകണമെങ്കിൽ 80 രൂപ വേണം. അപ്പൊ ഇനി ഈ 9 ആര് വേണം കൊടുക്കാൻ? ഈ നാലാമത് ഒരാളുണ്ട്, ഇയാൾ വേണം 9 കൊടുക്കാൻ. ഇയാൾക്ക് എത്ര വേണം? ഇയാൾക്ക് 80 വേണം. ഓക്കെ, എല്ലാരും ടൂർ കൊണ്ടുപോകണം, അതിന്റെ കൂടെ ഇവനും പോകണ്ടേ? അപ്പൊ ഇവൻ 80 വേണം, പ്ലസ് ബാക്കിയുള്ളവർക്ക് കുറവുള്ള 9 കൂടെ ഇവന്റെ കയ്യിൽ വേണം. ടോട്ടൽ 89. ഏതാ? ഓപ്ഷൻ എ. നോക്കിയേ, ജസ്റ്റ് ഈ കാൽക്കുലേഷനെ വരുന്നുള്ളൂ. -1 -3 -7. ഈ കാൽക്കുലേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസറിൽ എത്താൻ പറ്റും. ഡയറക്റ്റ് മെത്തേഡിലാണ് നിങ്ങൾ എങ്ങനെ ചെയ്യണം? നോക്കിയേ, ഡയറക്റ്റ് മെത്തേഡ് എങ്ങനെ ചെയ്യാം? ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 4 പേപ്പറിന് ടോട്ടൽ ആവറേജ് 80 മാർക്ക് വേണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര വേണം? ഒരു പേപ്പറിന് 80 വെച്ചിട്ട് 80 × 4 ടോട്ടൽ 320 മാർക്ക് വേണം അല്ലെ? എന്നാലേ പരീക്ഷ പാസ്സാവുള്ളൂ. അതിൽ 81 ഇവിടെ, 77 ഇവിടെ, 73 ഇവിടെ കിട്ടിയാൽ ബാക്കി ആർക്ക് കിട്ടണം? ബാക്കി ഇവിടെ കിട്ടണം. നോക്കിയേ, 81 77 73 എത്ര കിട്ടും? 8 150 120 130 131 അല്ല സോറി 231 മാർക്ക് ഈ 3 സബ്ജക്റ്റിനും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര കുറവുണ്ട്? 320 വേണം. ബാക്കി എത്ര ഉണ്ട്? 89 ബാക്കിയുണ്ട്. ആ 89 ആണ് നാലാമത്തെ സബ്ജക്റ്റിന് കിട്ടേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയാ അതൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക കേട്ടോ. +1 -3 -3 ഇതെല്ലാം കൂട്ടിയാൽ മതി. കൂട്ടിയാൽ എത്ര കിട്ടും? -7 -3 -10. -10ന്റെ കൂടെ 1 കൂട്ടിയാൽ -9. അപ്പൊ 9 കുറവുണ്ട്. ഈ 3 ആൾക്കും കൂടെ ടൂർ പോകണമെങ്കിൽ ഒരു 9ന്റെ കുറവുണ്ട്. ആ 9 ആര് കൊടുക്കും? നാലാമത്തെ ആള് കൊടുക്കും. ഓക്കെ, അടുത്ത എഴുതി. A family spends ₹4600, ₹5600, ₹4800, ₹3800 and ₹6000 on groceries in the first 5 months of the year. How much should the family spend in the 6th month to make the average expenditure of the family on groceries for 6 months? 4500. ആവറേജ് ഗ്രോസറിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 4500 ആക്കണം. അതിൽ ഇവിടെ 4600 ഉണ്ട്, ഇവിടെ 5600 ഉണ്ട്, 4800, 3800, 6000. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ മാസം എത്ര സ്പെൻഡ് ചെയ്താലാണ് ആവറേജ് 4500 ആവുക? ആ ഡീവിയേഷൻ ചെയ്ത് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. നിങ്ങൾ മൊത്തം കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നോക്കിയാൽ നേരത്തെ ചെയ്ത പോലെ ചെറിയ വാല്യൂ അല്ല, ഇത് കുറച്ച് വലിയ വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാം കൂടെ കൂട്ടാൻ പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ജസ്റ്റ് ഡീവിയേഷൻ ചെയ്ത് നോക്കിയേ. ഒരാൾ പറഞ്ഞേ, കമന്റ് ചെയ്തേ, എത്ര കിട്ടും ആൻസർ? ആലോചിച്ച് നോക്കിയാൽ, ടൂർ പോകുന്ന ആലോചിച്ചാൽ മതി. ടൂർ പോകണമെങ്കിൽ 4500 രൂപ വേണം.
ഇവന്റെ കയ്യിൽ 4600 ഉണ്ട്, 5600 ഉണ്ട്, 4500 ഉണ്ട്, 3500 ഉണ്ട്, 6000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ആൾക്ക് എത്ര വേണം ടൂർ പോകാൻ? പല കുട്ടികൾക്കും ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോഴാണ് പലപ്പോഴും കത്തുക. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും തന്നെ പറയുന്നത് കേട്ടോ. ജസ്ന എ എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരോ? ഓക്കെ, ചെയ്തു നോക്കാം അല്ലേ? നോക്കിയേ, നമുക്ക് വേണ്ട ആവറേജ് 4500 ഓക്കെ ആണോ? ഇവിടെ ഫസ്റ്റത്തെ ആൾ നോക്കുമ്പോൾ ഇയാൾക്ക് 100 കൂടുതലുണ്ട്. ഓക്കെ, പ്ലസ് 100, ഒരു 100ന്റെ കൂടുതൽ ഇയാളുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ ആൾക്കോ നോക്കിയേ, 4500 എത്ര കൂടുതലുണ്ട്? 1100 കൂടുതലുണ്ട്. മൂന്നാമത്തെ ആൾക്ക് നോക്കിയേ, 4800 ആകുമ്പോൾ 300 കൂടുതലുണ്ട്. നാലാമത്തെ ആൾക്കോ 3800 ഉള്ളൂ അല്ലെ? 3800 എന്ന് പറയുമ്പോൾ 700ന്റെ കുറവുണ്ട്. അഞ്ചാമത്തെ ആൾക്കോ 6000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4500 1500 കൂടുതലുണ്ട്. നോക്കി, ഇവർക്കൊക്കെ കൂടുതലാണ്. ടോട്ടൽ എത്ര കൂടുതലുണ്ട്? 1500, 1800, 2900, 3000 അല്ലെ? 3000 രൂപ കൂടുതലുണ്ട്. 3000 രൂപ കൂടുതലുണ്ട്, പക്ഷെ ഇവിടെ 700 രൂപ കുറവുണ്ട്. അപ്പൊ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇത് 700 കുറച്ചാൽ 2300 രൂപ ഇവിടെ ഓൾറെഡി ഈ 5 പേരുടെ കയ്യിൽ, ഓൾറെഡി ഈ 5 പേരുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2300 എക്സ്ട്രാ ഉണ്ട്. ടൂറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾറെഡി ഇവരുടെ 5 പേരുടെ കയ്യിലും 2300 എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഇനി ആറാമത്തെ ആൾക്ക് എത്ര മതി? ആറാമത്തെ ആൾക്ക് 4500 വേണോ? വേണ്ട. ടൂർ പോകണമെങ്കിൽ 4500 വേണ്ട. കാരണം ഇവന്റെ 2300 ഓൾറെഡി ഇവരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയുള്ള 4500 2300 കുറച്ചാൽ ബാക്കിയുള്ള 2200 എടുത്താൽ മതി ഇവന് ടൂർ പോകാൻ അല്ലെ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, ആകെത്ര മാത്രമേ നിങ്ങൾക്ക് കൂട്ടേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഈ വലിയ നമ്പർ കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? ഇത് ഈ പറഞ്ഞ മനസ്സിലായോ? കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ഓക്കെ, ഇതിപ്പോ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യണേ. നോക്കിയേ, 4500 ഇൻറ്റു 6, ഇതാണ് ഒരു സമ്മ് വരും അല്ലെ? അതായത് 6 മാസം കൊണ്ട് 4500 ആവറേജ് കിട്ടണമെങ്കിൽ ടോട്ടൽ എത്ര വരും? 4500 ഇൻറ്റു 6. അതിൽ ഇതെല്ലാം കൂട്ടണം. ഇതെല്ലാം കൂട്ടിയിട്ട് ഇതെന്ത് ചെയ്യണം? ഈ 4500 ഇൻറ്റു 6 കുറച്ചാൽ കിട്ടുന്നതാണ് അഞ്ചാമത്തെ വാല്യൂ. ഓക്കെ അല്ലേ? അടുത്ത ചെയ്തേ. 4 numbers A, B, C and D are such that their overall average is 60. Average of A and B is 9.5. The average of C and D. പറഞ്ഞേ. സിമ്പിൾ ആയിട്ട് കിട്ടും. ചെറിയ വാല്യൂ ആണ്. ഡയറക്റ്റ് ചെയ്താൽ മതി. എ ബി സി ഡിന്റെ ആവറേജ് എത്രയാണ്? 16 ആണ് അല്ലെ? ആവറേജ് 16 ആണെങ്കിൽ സമ്മ് എത്രയായിരിക്കും? സമ്മ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. എത്ര കിട്ടും? ആവറേജ് 16 ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 4 എത്രയാണ്? 64. ഇതാണ് ഇവരുടെ രണ്ടുപേരുടെ സമ്മ്. അതിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്റെയും ബിന്റെയും ആവറേജ് 9.5 ആണ്. എന്റെയും ബിന്റെയും ആവറേജ് 9.5 ആണെങ്കിൽ എ പ്ലസ് ബി എത്രയായിരിക്കും? എന്റെയും ബിന്റെയും മാത്രം നോക്കുകയാണെങ്കിൽ അവർക്ക് ആവറേജ് 9.5 ആണ്. അപ്പൊ എ പ്ലസ് ബി എത്രയായിരിക്കും? 9.5 ഇൻറ്റു 2. കാരണം രണ്ടാളല്ലേ ഉള്ളൂ. 9.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 19. നമുക്ക് വേണ്ടത് ആവറേജ് ഓഫ് സി ആൻഡ് ഡി ആണ്. സിന്റെയും ഡിന്റെയും ആവറേജ് കാണണമെങ്കിൽ എന്ത് വേണം? സി പ്ലസ് ഡി കണ്ടിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി അല്ലേ? കാരണം സി ഡി എന്നുള്ള രണ്ട് നമ്പറാണ്. അവർ രണ്ടുപേരുടെ സമ്മ് കാണുക, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ സി പ്ലസ് ഡി കാണാം അതില്ലേ? നോക്കിയേ, ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് 64. അതിൽ എ പ്ലസ് ബി 19 ആണെങ്കിൽ സി പ്ലസ് ഡി എന്തായിരിക്കും? നോക്കിയേ, ഈ എ പ്ലസ് ബിന്റെ അവിടെ കൊണ്ടുപോയി 19 കൊടുക്കുക. അങ്ങനെയാണ് സി പ്ലസ് ഡി എന്താ? നോക്കിയേ, സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ 64 മൈനസ് 19 എത്ര കിട്ടും? 64 മൈനസ് 19 എന്ന് പറഞ്ഞാൽ 45. സി പ്ലസ് ഡി 45 ആണെങ്കിൽ ആവറേജ് എന്താ? സി പ്ലസ് ഡി ബൈ 2 അല്ലെ? 45/2. 45/2 എന്ന് പറഞ്ഞാൽ 22.5. ഓക്കെ അല്ലേ? 22.5 എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, സറി, സിമ്പിളാ കേട്ടോ. ഇനി ഡീവിയേഷൻ വേണമെങ്കിൽ ഇവിടെയും ചെയ്യാം. ഡീവിയേഷൻ എങ്ങനെ ചെയ്യാം? നോക്കിയേ, ഡീവിയേഷൻ ചെയ്യുന്ന എങ്ങനെ നോക്കാം. ടോട്ടൽ ആവറേജ് 16 ആണ്. ടൂർ പോകണമെങ്കിൽ 16 രൂപ വേണം അല്ലേ? അതിൽ എന്റെയും ബിന്റെയും കയ്യിൽ എൻ ബിന്റെ ആവറേജ് 95 എന്ന് പറഞ്ഞാൽ 9.5 അർത്ഥം എന്താ? എന്റെയും ബിന്റെയും ആവറേജ് 9.5 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്റെയും ബിന്റെയും കയ്യിൽ എത്രയേ ഉള്ളൂ? ഒരാളുടെ കയ്യിൽ, മറ്റൊരു കയ്യിൽ 9.5 ഉള്ളൂ. അപ്പൊ നോക്കിയേ, എത്ര കുറവാ? 16 വേണം. 16 എത്ര കുറവാ? 6.5 കുറവാണ് അല്ലേ? ഒരാൾക്കാണ് 6.5 കുറവ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്ക് എത്രയാ? 2 എത്ര കുറവാ? -13 അല്ലേ? 13 ഇവിടെ കുറവാണ്. നോക്കിയേ, ഈ രണ്ടുപേരുടെ മാത്രം നോക്കുമ്പോൾ ടൂർ പോകാൻ പറ്റൂല. കാരണം ഈ രണ്ടുപേർക്കും കൂടെ 13ന്റെ കുറവുണ്ട്. ഈ രണ്ടുപേർക്ക് 13 ആരെങ്കിലും കൊടുത്തിട്ട് വേണം. അങ്ങനെയാണ് 16 ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ആരാണ് കൊടുക്കുന്നത്? കൊടുക്കുന്ന ആളുകളാണ് സിയും ഡിയും അല്ലെ? അപ്പൊ സിയും ഡിക്ക് എത്ര വേണം ടൂർ വേണമെങ്കിൽ? നേരത്തെ കേസിലൊക്കെ നമുക്ക് ബാക്കിയുള്ളത് ഒരാളായിരുന്നു അല്ലെ?
അപ്പൊ എന്ത് ബാക്കിയുണ്ടെങ്കിലും അയാൾ ഒറ്റക്ക് വേണം ഇതെല്ലാം എടുക്കാൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 2 പേര് ബാക്കിയുണ്ട്. അപ്പൊ ഈ 13 രൂപ ഇവർ 2 പേരും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് എടുത്താൽ മതി അല്ലെ. അപ്പൊ ഒരാളുടെ ആവറേജ് എന്ന് പറഞ്ഞേ ഇവർക്ക് 16 വേണം പ്ലസ് ഈ 13 ഓരോരുത്തർ ഡിവൈഡ് ചെയ്ത് എടുക്കുക വേണം അല്ലെ. 13/2 അങ്ങനെ 2 പേരല്ലേ. ഒരാളാണെങ്കിൽ ഇതിപ്പോ ഒരാളെ ബാക്കിയുള്ളെങ്കിൽ 16 + 13 അല്ല 13 ഇവൻ വേണം എടുക്കാൻ. പക്ഷെ 2 പേരുള്ളത് കൊണ്ട് 16 + 13/2. 13/2 എത്രയാണ്? 6.5 അല്ലെ. അപ്പൊ 16 + 6.5 എന്ന് പറഞ്ഞാൽ 22.5 ആണ്. ഓക്കെ, അടുത്ത് ചെയ്തേ ആവറേജ്. ഞാൻ ഈ പറയുന്ന ഡീവിയേഷൻ കാര്യങ്ങൾ ശരിക്കും വൃത്തിക്ക് പോയി നോക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരാൻ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒന്നും കൂടെ നല്ല ക്വസ്റ്റൻസ് ആയിരിക്കും ചെയ്യുക. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബേസിക്സ് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. Average of a set of 16 numbers is 12. If 8 is subtracted from each of 6 of these numbers, then the new average is എത്ര കിട്ടും പറഞ്ഞേ? 16 നമ്പറിന്റെ ആവറേജ് 12 ആണ്. അതിൽ 12 നമ്പറിൽ നിന്ന് 12 അല്ല 12 6 നമ്പറിൽ നിന്നും 8 കുറച്ചാൽ പുതിയ ആവറേജ് എത്ര എന്നാ ചോദ്യം. പറഞ്ഞേ പുതിയ ആവറേജ് എത്ര കിട്ടും? എങ്ങനെ ചെയ്യാത്? സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ ചെയ്യാ നോക്കിയേ. ഡയറക്റ്റ് മെത്തേഡ് എന്താ നോക്കിയേ. നമുക്ക് വേണ്ടത് ആവറേജ് ആണല്ലേ. ആവറേജ് കാണണമെങ്കിൽ എന്ത് വേണം? സം ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ വേണം. ഇപ്പത്തെ സം എന്താ നമുക്കറിയാം 16 ആണ് നമ്പർ, ആവറേജ് 12 ആണെങ്കിൽ ഇപ്പത്തെ സം എന്ന് പറഞ്ഞാൽ 16 × 12 ആണ്. ഇതാണ് ഇപ്പോഴത്തെ സം. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് 8 is subtracted from each of 6 of this number. 6 നമ്പറിൽ നിന്നും 8 കുറച്ചു. 6 നമ്പറിൽ നിന്നും 8 കുറച്ചു എന്ന് പറഞ്ഞാൽ ടോട്ടലിന് എത്ര കുറയും? 6 നമ്പറിൽ നിന്ന് 8 അല്ലേ. 6 × 8 ഇതെന്ന് കുറയും. ഇതാണ് ഇനി ബാക്കിയുള്ള സം. ഇത്ര ഉണ്ടായിരുന്നു, പക്ഷെ 6 പേരിൽ 8 കുറച്ചപ്പോൾ ഇതാണ് ബാക്കിയുള്ളത്. നോക്കിയേ, കണ്ട എന്താ സം കിട്ടി ഡിവൈഡഡ് ബൈ. പക്ഷെ നമ്പർ മാറുന്നുണ്ടോ? ഇല്ല, 8 കുറച്ചിട്ടേ ഉള്ളൂ, നമ്പർ മാറുന്നൊന്നുമില്ല. നമ്പർ എത്രയുണ്ട്? 12 നമ്പർ. ഇതാണ് ചെയ്യേണ്ടത്. ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? 16 × 12/12 എന്ന് പറഞ്ഞാൽ 16 മൈനസ് 6 × 8/12. 6 × 8 എത്രയാണ്? 48. 48/12 എന്ന് പറഞ്ഞാൽ 4. 16 - 14 അല്ല 16 - 4 12. ഏതാ ഓപ്ഷൻ? തെറ്റിപ്പോയോ? 10 × 6. ഓ സോറി, നമ്പർ 16 ആണ്, 12 അല്ല കേട്ടോ. നമ്പർ 16 ആണ്. എത്ര കിട്ടും? ഡിവൈഡ് ബൈ 16 ആണ് ചെയ്യേണ്ടത് കേട്ടോ. അവിടെയാണ് മാറിയത്. ഓക്കെ, 12 അല്ല. അപ്പൊ 16 × 12/16 എന്ന് പറഞ്ഞാൽ 12 കിട്ടും. മൈനസ് 6 × 8 48. 48/16 എന്ന് പറഞ്ഞാൽ 3 കിട്ടും. 12 - 3 എത്രയാണ്? 9 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. സിമ്പിളല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇങ്ങനെ എല്ലാം കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിയേ, ഈ 16 ക്യാൻസൽ ആയി ബാക്കി 12 മാത്രം അവിടെ ബാക്കി വന്നു. ബാക്കി എന്താ നമ്മൾ ചെയ്ത് നോക്കിയേ. ബാക്കി നമുക്ക് ബാക്കിയുള്ളത് 12. ഈ 16 പോയി ബാക്കി 6 × 8/16. ഇതാണ് ബാക്കിയുള്ളത്. 12 - 6 × 8/16. നോക്കിയേ, ഈ 12 എന്ന് പറഞ്ഞാൽ പഴയ ആവറേജ് തന്നെയാണ് അല്ലെ. അപ്പൊ ആ സ്ഥാനത്ത് നമ്മൾ തുടണ്ട. നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? ഈ ടോട്ടലിൽ നിന്നും എത്ര കുറഞ്ഞിട്ടുണ്ട് അത് മാത്രം ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ. നോക്കിയേ, എത്ര കുറഞ്ഞത്? 6 × 8 അല്ലെ. ഒരാൾക്ക് 8 കുറഞ്ഞാൽ 6 × 8 48 കുറഞ്ഞിട്ടുണ്ട്. ആ 48 16 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അത് മാത്രം ഇതിന് കുറച്ചാൽ മതി. അല്ലാതെ എല്ലാം കൂടെ നമ്മൾ ചെയ്യാൻ പോണ്ട. ഓക്കെ ആണോ? നോക്കിയേ, ഇവിടെ ടോട്ടലിൽ നിന്ന് എത്ര കുറഞ്ഞിട്ടുണ്ട്? ആവറേജ്, പഴയ ആവറേജ് എന്താണ്? 12 ആണ്. ഓക്കെ, അതാ കിടക്കട്ടെ. അപ്പൊ ഇതിൽ നിന്ന് ഇനി ടോട്ടൽ എത്ര കുറഞ്ഞിട്ടുണ്ട് മാത്രം നോക്കുക. ടോട്ടൽ എത്ര കുറഞ്ഞിട്ടുണ്ട്? കുറഞ്ഞത് മാത്രം നോക്കിയാൽ മതി. കുറഞ്ഞത് എത്രയാണ്? ഒരാൾക്ക് 8 ആണ്. അങ്ങനെ 6 പേർക്ക് എത്ര കിട്ടും? 48 കുറഞ്ഞിട്ടുണ്ട്. ഈ 48 എന്ത് ചെയ്താൽ മതി? എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ചാൽ മതി. ഞാൻ പറഞ്ഞിട്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ആവറേജ് എന്ന് പറയാം. അത് കുറവാണെങ്കിലും ശരി, കൂടുതലാണെങ്കിലും ശരി. എന്തെങ്കിലും എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അതും ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കണം. ഇനി എന്തെങ്കിലും കുറവാണെങ്കിലോ അതും ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവരും കൊടുക്കണം. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലാസ്സിലേക്ക് മിഠായി കൊണ്ട് ഒരാൾ വരികയാണ് അല്ലെ. എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ 2 മിഠായിയാണ് ആവറേജ് ഉള്ളത്. പുറത്തുനിന്ന് ഒരാൾ 10 മിഠായി കൊണ്ട് വന്നാൽ എന്ത് ചെയ്യും? 10 മിഠായി കൊണ്ട് വന്നാൽ 2 മിഠായി മാത്രം അവന് കൊടുത്തിട്ട് ബാക്കി 8 മിഠായി എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ബാക്കി എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇതിനാണ് എന്ത് പറയാ? ആവറേജ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 12 മൈനസ് എത്ര കുറഞ്ഞു? 48 കുറഞ്ഞു. 48 എത്ര പേരാണ്? നമ്പർ 16 തന്നെ അല്ലെ. ആവറേജ് സെറ്റ് ഓഫ് 16. ഇത് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. എത്ര കിട്ടും? 9 കിട്ടും. മനസ്സിലായോ എന്ന് പറഞ്ഞേ? മനസ്സിലായോ? കമന്റ് ചെയ്തേ. ഡയറക്റ്റ് മെത്തേഡിലും കിട്ടും കേട്ടോ. ഡയറക്റ്റ് മെത്തേഡ് നിങ്ങൾ എല്ലാത്തിന്റെയും അറിഞ്ഞു വെക്കുക. കാരണം എപ്പോഴും ഡീവിയേഷൻ കിട്ടിയില്ലെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേഷൻ സ്പീഡ് ആണെങ്കിൽ ഈ നമ്പറൊക്കെ പെട്ടെന്ന് കിട്ടും. ഞാൻ ജസ്റ്റ് ഡീവിയേഷൻ കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പതുക്കെ പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലേ? അടുത്ത് ചെയ്യും.
The mean of 20 observations is 22.5. One observation was mistakenly noted as minus 25 instead of 25. Find the correct mean. The mean of 20 observations എന്ന് പറഞ്ഞാൽ 22.5 ആണ്. മീൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആവറേജ് കേട്ടോ. ദോർത്ത് വെക്കുക, മീൻ എന്ന് പറഞ്ഞ വാക്ക് എവിടെയും കണ്ടാൽ അതിന്റെ അർത്ഥം ആവറേജ് എന്നാണ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കും മീൻ, മീഡിയൻ, മോഡൊക്കെ. അതിൽ അവിടെ നിങ്ങൾ ആവറേജ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ആവറേജ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ മീഡിയനും മോഡും കൂടെ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. 25 ഒരാൾ പറയുന്നുണ്ട്, ഒരാൾ എ എന്ന് പറയുന്നുണ്ട്. എ 21.75 അല്ലെ, അപ്പൊ വ്യത്യാസമുണ്ട്. ഏതാണ്? അടുത്ത ആളും എ എന്ന് പറയുന്നുണ്ട്. സ്വാതി മാതിരിയും എ പറയുന്നു, ആകാശ് പറയുന്നു ബി. എന്താ ചെയ്യാ? ഇവിടെ എന്താ മാറ്റം വരുന്നത് ശരിക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ എക്സ്ട്രാ വന്ന സാധനം ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? ഇനി എന്തെങ്കിലും കുറവാണെങ്കിലോ ആ കുറഞ്ഞ സാധനം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കുറക്കുക. ആ പഴയ ആവറേജ് നിന്ന് കുറക്കുക. ഇവിടെ പഴയ ആവറേജ് എത്രയാണ്? പഴയ ആവറേജ് 22.5 ആണ്. അപ്പൊ ഇതിലേക്ക് എക്സ്ട്രാ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വന്ന വാല്യൂം 20 ആക്കി ഡിവൈഡ് ചെയ്യുക, അതിന്റെ കൂടെ ആഡ് ചെയ്യുക. കുറവാണെങ്കിലോ ആ കുറഞ്ഞ വാല്യൂം 20 ആക്കി ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഇതിന്ന് കുറക്കുക. ഇത്രയാണ് ആവറേജ് കാണുന്നത്. ഇവിടെ എക്സ്ട്രാ എന്താ വന്നത് നോക്കി. ഇവിടെ നോക്കിയേ, 22.5 ആയിരുന്നു ആവറേജ്. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് മിസ്റ്റേക്കൺലി നോട്ടഡ് ആസ് minus 25 ഇൻസ്റ്റെഡ് ഓഫ് 25. ശരിക്കും അത് 25 ആയിരുന്നു വേണ്ടത്. പക്ഷെ ഇവര് മിസ്റ്റേക്കൺലി എന്ത് ചെയ്തൊരു മൈനസ് വന്നു ഇല്ലേ? 25 പകരം ഒരു മൈനസ് ആയിപ്പോയി. ശരിക്കുള്ള വാല്യൂ എത്ര കുറഞ്ഞിട്ടുണ്ട്? ഈ -25 25 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നോക്കിയേ. -25 25 തമ്മിൽ എന്ന് പറഞ്ഞാൽ 50 വ്യത്യാസമുണ്ട് അല്ലെ? 50 വ്യത്യാസമുണ്ട്. ശരിക്കുള്ള വാല്യൂന്റെ കൂടെ 50 കൂടെ എക്സ്ട്രാ വരണമായിരുന്നു. പക്ഷെ ഇങ്ങനെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് ആ 50 കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ആവറേജ് ആണ് 22.5. അപ്പൊ ശരിക്കുള്ള ആവറേജ് ആണെങ്കിലോ നോക്കിയേ, പഴയതിനേക്കാൾ ഒരു 50 കൂടുതലുണ്ട്. എക്സ്ട്രാ ഒരു 50 വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്ട്രാ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ആവറേജിന്റെ കൂടെ ഈക്വൽ ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? എക്സ്ട്രാ എത്ര വന്നു? 50 വന്നു. എത്ര ആൾക്കാരുണ്ട് നോക്കിയേ? 20 ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ ഈ 50 എന്ന് പറഞ്ഞ സാധനം 20 ആക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പഴയ ആവറേജിന്റെ കൂടെ ആഡ് ചെയ്യുക. നോക്കി എത്ര കിട്ടും? 50/20 എന്ന് പറഞ്ഞാൽ 5/2. 5/2 എന്ന് പറഞ്ഞാൽ 2.5 അല്ലേ? 22.5 പ്ലസ് 2.5 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. എത്ര കിട്ടും? 22.5 2.5 എന്ന് പറഞ്ഞാൽ 25. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ എത്രയാണ് വരുന്നത് മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോ നേരെ തിരിച്ചാന്ന് വിചാരിക്കാം. അതിന്റെ ആൻസർ കൂടെ ഒന്ന് പറഞ്ഞേ. -25 ഇൻസ്റ്റെഡ് ഓഫ് 25 എന്ന് പറഞ്ഞതിന് പകരം 25 ഇൻസ്റ്റെഡ് ഓഫ് -25 അതെന്ന് പറഞ്ഞേ. എന്റെ ആൻസർ എന്ന് പറഞ്ഞേ. ഇത് നേരെ ഈ 25 -25 അങ്ങോട്ട് കൊണ്ട് തിരിച്ചു വന്നാൽ ആൻസർ എന്തായിരിക്കും? പറ, കമന്റ് ചെയ്യും. ആകാശ് പറയുന്നത് 20. പറഞ്ഞേ, ബാക്കിയുള്ളവരോ? അതെ, ഓക്കെ. അപ്പൊ കൃത്യമാണ്. നിങ്ങൾക്ക് എല്ലാ ഏകദേശം മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഒന്നുമില്ല. തിരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയാവും അല്ലെ? 20 ഇൻസ്റ്റെഡ് ഓഫ് -20. ശരിക്കും 20 അല്ല, 25 ഇൻസ്റ്റെഡ് ഓഫ് -25. എന്താ സംഭവിക്കുന്നത്? ശരിക്കും -25 ആയിരുന്നു വേണ്ടത്. പക്ഷെ 25 കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ എത്ര കൊടുത്തിട്ടുണ്ട്? ഒരു 50 കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? ശരിക്കുള്ള ആവറേജ് കാണുമ്പോൾ 50 കുറക്കണം. 50 കുറക്കുമ്പോൾ എന്ത് ചെയ്യും? 50 കുറക്കുമ്പോൾ എങ്ങനെ ചെയ്യും? 22.5 നിന്നും 50 കുറച്ചാൽ പോരാ. ആവറേജ് കാണുമ്പോൾ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം കുറക്കാൻ. അപ്പൊ 50ന്റെ കൂടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് വേണം കുറക്കാൻ. അപ്പൊ എന്ത് കിട്ടും? ഇവിടെ പ്ലസിന് വരെ ഇവിടെ മൈനസ് ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് കിട്ടും 22.5 -2.5 എന്ന് പറഞ്ഞാൽ ആൻസർ 20 കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ്. എന്നാ അടുത്ത് പറ. സെയിം മോഡൽ ചോദ്യം ഒന്ന് ചെയ്തേ, പെട്ടെന്ന് ചെയ്തേ. സെയിം മോഡൽ, ജസ്റ്റ് വാല്യൂ മാത്രം മാറി. മീൻ ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 47. മീൻ എന്ന് പറഞ്ഞാൽ 68 ആണ്. പിന്നെയാണ് മനസ്സിലായത് നമ്പർ 25 ഹാസ് ബീൻ മിസ്റീഡ് ആസ് 45. 25 പകരം 45 ആണ് റീഡ് ചെയ്തത്. അപ്പൊ ആവറേജ് കുറയോ കൂടുവോ എന്നുള്ളത് ശരിക്കും നോക്കുക. ആവറേജ് കുറയുമെങ്കിൽ എത്ര കുറയും, ആവറേജ് കൂടുമെങ്കിൽ എത്ര കൂടും. പെട്ടെന്ന് കമന്റ് ചെയ്തേ, സമയം എടുക്കരുത്, പെട്ടെന്ന് പറ. വളരെ സിമ്പിൾ ആണ്. ആകാശ് പറയുന്നു ബി, അതുൽ ബി, ജസ്ന ബി, അക്ഷയ ബി ആണോ? എന്താ ചെയ്യേണ്ടത്? എക്സ്ട്രാ ആണെങ്കിൽ നമ്മുടെ പഴയ ആവറേജ് ആയ 68ന്റെ കൂടെ അത് കൂട്ടണം. എക്സ്ട്രാ കൂട്ടണം എന്നല്ല, എക്സ്ട്രാ വന്ന സാധനം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അത് കൂട്ടണം. കുറവാണെങ്കിലോ നേരെ കുറക്കണം. അപ്പൊ നോക്കുക എക്സ്ട്രാ ആണോ കുറവാണോ എന്നുള്ളത് ആദ്യം നോക്കുക. ഇവിടെ എന്താ വേണ്ടത്? 25 ഹാസ് ബീൻ മിസ്റീഡ് ആസ് 45. ശരിക്കും എത്രയാണ്? 25 വേണ്ടത്. അതിന് പകരം വായിച്ചത് എത്രയാണ്? 45 ആണ്. നോക്കി എത്ര കൂടുതലാണ്? 20 കൂടുതലാണ്. അപ്പൊ ശരിക്കും ഇല്ലാത്തൊരു 20 ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആവറേജ് 68 ആയത്. അപ്പൊ ശരിക്കുള്ള ആവറേജ് കാണാനോ ആ 20 കുറക്കണം. 20 കുറക്കണം. 20 കുറച്ചിട്ട് എന്ത് ചെയ്യണം? 20 കുറച്ചാൽ പോരാ, 20 എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം കുറക്കാൻ. അല്ലെ? ഇത് 20 ടോട്ടലാണ് കുറയുന്നത്.
ആവറേജ് ആവുമ്പോൾ എന്ത് ചെയ്യണം? അത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. 20/40 കിട്ടും. 20/40 എന്ന് പറഞ്ഞാൽ 1/2. 1/2 പറഞ്ഞാൽ 0.5 അല്ലെ? 68 0.5 കുറച്ചാൽ 67.5. ഓക്കെ, എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, സെറ്റ്. ബാക്കിയുള്ളവരും പതുക്കെ മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഇത് ഓൾറെഡി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഇത് ഓൾറെഡി അറിയുന്നതായിരിക്കാം. പക്ഷെ അറിയാത്ത ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഇത് 25, 45 അങ്ങോട്ടും കൂടെ തിരിച്ചാണെങ്കിൽ ആൻസർ എന്താ? അതുകൊണ്ട് പറയാം, പെട്ടെന്ന് പറഞ്ഞേ. 25, 45 അങ്ങോട്ടും കൂടെ തിരിച്ചിട്ടാൽ ആൻസർ എന്തായിരിക്കും? ആൻസർ ഇതിലുണ്ട്, പറ. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക? നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ ആ 2 ആൻസറും ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ മൈനസിന് പകരം പ്ലസ് എടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ സി കിട്ടും. അപ്പോ ഈ 45, 25 അങ്ങോട്ട് മാറിപ്പോയാൽ ആൻസർ എന്താണ്? 68.5 ആണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ കൺസെപ്റ്റിനെ പറ്റി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും കേട്ടോ. ഒരു മാർക്ക് പോയി കഴിഞ്ഞാൽ അത് വളരെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്തായാലും. കാരണം ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല കേട്ടോ. ഇവിടെ 2 എണ്ണം വരും. ചെയ്ത് നോക്കിയേ. Mean of 10 observations is 25. On checking, it was found that 2 of the observations were wrongly copied as 6 and 9. If the wrong observations are replaced by the correct values 4 and 5, then the correct mean will be. പറഞ്ഞേ, ദേവത്ത് 6, 9 ആണ് ടൈപ്പ് ചെയ്തത്. പക്ഷെ കറക്റ്റ് വാല്യൂ 4, 5 ആയിരുന്നു. അപ്പൊ എക്സ്ട്രാ വരികയാണോ? കുറയാണെങ്കിൽ എത്ര കുറയും? കൂടുകയാണെങ്കിൽ എത്ര കൂടും? എന്നിട്ട് ആ കൂടിയ വാല്യൂ ഈക്വൽ ആയിട്ട് എത്ര പേരുണ്ട്? 10 പേരുണ്ട്. 10 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറവാണെങ്കിൽ ആ വാല്യൂ 10 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പഴയ ആവറേജ് ആയ 25 നിന്നും കുറയ്ക്കുക, കൂട്ടുക. എന്താന്ന് വെച്ചാൽ ചെയ്യും, പെട്ടെന്ന് ചെയ്യും. ആദ്യം കാണേണ്ടത് കൂടുകയാണോ കുറയാണെന്ന്. ബി എന്ന് പറയുന്നത് അല്ലെ? ആകാശ്, ശ്രീരാജ്, ജസ്ന, ഗോപിക, അതുൽ, അപർണ, അരവിന്ദ് മോഹൻ എല്ലാവരും ബി ആണ് പറയുന്നത്. അതായത് ഇതാണ് പറയുന്നത്. ശരിയാണോ? ബാക്കിയുള്ളവരെന്ന് പറഞ്ഞേ. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ ശരിക്കും എൻ്റർ ചെയ്ത് നോക്കിയേ. 6 + 9 ആണ് അല്ലെ? അതായത് 15 ആയിരുന്നു പഴയ സമ്മിന്റെ കൂടെ. 15 അല്ല, വേറെ ഏതൊക്കെ ബാക്കി 8 ഒബ്സർവേഷൻ ഉണ്ട്. അതിന്റെ കൂടെ ഒരു 15 ആണ് ആഡ് ചെയ്ത്. ശരിക്കും എത്ര മതി നോക്കിയേ? ശരിക്കും 4 + 5 9 മതി. നോക്കിയേ, ഇല്ലാത്തൊരു 6 എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ? ശരിക്കും 9 മതി, പക്ഷെ അതിന് പകരം 15 ആണ് ആഡ് ചെയ്തത്. അപ്പൊ എക്സ്ട്രാ ഒരു 6 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കുള്ള ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? 6 കുറക്കണം അല്ലെ? 6 കുറക്കണം എന്ന് പറഞ്ഞാൽ പഴയ ആവറേജ് ആയിട്ടുള്ള 25 നിന്നും ആ 6 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കുറക്കണം. 25 - 6/10 എന്ന് പറഞ്ഞാൽ 0.6. 25 - 0.6 എത്രയാണ്? 24.4. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ മോഡൽ ഒരുപാട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ 2, 3, 4 നമ്പർ ഒക്കെ തരാം കേട്ടോ. പേര് വന്നാലും ചെയ്യാൻ, വൃത്തിക്ക് ചെയ്യാൻ പഠിക്കണം. ഓക്കെ ആണോ? ഇതിപ്പോ അങ്ങോട്ട് കൂടി തിരിച്ചു വന്നാൽ ആൻസർ എന്താവും? 25 + 0.6 ആവും. അത് വ്യത്യാസവും. അപ്പൊ ഇനി 2 നമ്പറോ 3 നമ്പറോ 4 നമ്പറോ എത്ര തന്നാലും ശരി, നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ്ട്രാ എത്ര വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര കുറവാണ് നോക്കുക. എന്നിട്ട് അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ വാല്യൂലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആഡ് ചെയ്യണോ എന്നുള്ളത് കൂടുതലാണെങ്കിൽ ആഡ് ചെയ്യണം, കുറവാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. 14 ചെയ്തേ. The average weight of 10 apples was calculated as 104. Later it was found that the weighing machine showed the weight of each apple to be 20 gram less. What would be the true average? ഇത് സിമ്പിൾ ചോദ്യം. പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. പെട്ടെന്ന് പറ. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യും? 104 gram ആണ് ആവറേജ് കിട്ടിയത്. സി 1240 എന്ന് പറയുന്നു. ജസ്ന, അതുൽ 114 എന്ന് പറയുന്നു. എന്താണ് കറക്റ്റ്? എന്താ? ആർജവ് ബി എന്ന് പറയുന്നു. അല്ല എ ബി സി. ഓക്കെ, ഇനിയോ? ആതിര ബി എന്ന് പറയുന്നു. പറഞ്ഞേ. ജസ്ന എ എന്ന് പറയുന്നു. ഏതാ കറക്റ്റ്? ജസ്ന സിയും പറയുന്നു, എയും പറയുന്നു. ഏതാ? ആണോ? ബാക്കിയുള്ളവര് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന്റെ കൂടെ എല്ലാവർക്കും ഈക്വൽ നമ്പർ കൂടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എല്ലാവരുടെ കയ്യിലും എല്ലാവരുടെ ആവറേജ്, ഉദാഹരണത്തിന് എല്ലാവരുടെ ഒരു ഗ്രൂപ്പ് ക്ലാസിന്റെ ആവറേജ് വയസ്സ് 25 വിചാരിക്കുക. 25 ആവറേജ് വയസ്സ്. ഓക്കെ, ഒരു 2 വർഷം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എല്ലാവർക്കും 2 വയസ്സ് കൂടും അല്ലെ? 2 വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും 2 വയസ്സ് കൂടും. അപ്പൊ ആവറേജ് എന്ത് കൂടും? 2 വയസ്സ് കൂടും. 27 കേട്ടോ. അപ്പൊ ഈക്വൽ നമ്പർ എല്ലാത്തിലേക്കും ഈക്വൽ നമ്പർ ആഡ് ചെയ്താലോ ഈക്വൽ നമ്പർ സബ്ട്രാക്ട് ചെയ്താലോ ആവറേജിനും അതന്നെ ആയിരിക്കും മാറ്റം വരിക. ഇപ്പൊ എല്ലാവരും നമ്പറിനും ഇപ്പൊ എല്ലാവരും ആവറേജ് വെയിറ്റ് 40 ആണെന്ന് വിചാരിക്കുക. എല്ലാവരും ഒരു 2 കിലോ വെച്ചിട്ട് വെയിറ്റ് കുറച്ചു. അപ്പൊ ആവറേജ് എന്താവും? 40 2 കുറച്ചാൽ മതി 38 കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇപ്പോഴും എയും ബിയും സിയും കൺഫ്യൂഷൻ ആണ് അല്ലെ? നോക്കുക, ആവറേജ് വെയിറ്റ് ഓഫ് 10 apples
104 gram ആണ് പറയുന്നത്. 104 gram ആണ് ഇവിടെ ആവറേജ് വെയിറ്റ് കിട്ടിയിട്ടുള്ളത്. പിന്നെയാണ് മനസ്സിലായത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ വെയിങ് മെഷീൻ ഷോഡ് ദ വെയിറ്റ് ഓഫ് ഈച്ച് ആപ്പിൾ ടു ബി 20 gram ലെസ്. അല്ലേ? അതായത് എല്ലാ ആപ്പിളിന്റെയും വെയിറ്റ് 20 gram കുറച്ചാണ് കാണിച്ചിട്ടുള്ളത് പിന്നെയാണ് മനസ്സിലായത്. മനസ്സിലായോ? ശരിക്കും അപ്പൊ എന്താ സംഭവിച്ചത്? എല്ലാ ആപ്പിളിനും 20 gram കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ആവറേജ് ആണ് എന്ത്? 104 gram. അപ്പൊ ശരിക്കുള്ള ആവറേജ് കാണാൻ എന്ത് വേണം? എല്ലാ ആപ്പിളിലേക്കും 20 gram കൂട്ടണം. എല്ലാ ആപ്പിളിലേക്കും 20 gram കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആവറേജിലേക്കും 20 കൂട്ടിയാൽ മതി. എത്ര കിട്ടും? 104 + 20 എന്ന് പറഞ്ഞാൽ 124 gram. ഏതാ ആൻസർ? ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 84 അല്ല, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ ആണ് വരിക. ശരിക്കും വെയിറ്റ് ഓഫ് ഷോർട്ട് ദാറ്റ് വെയിറ്റ് ഓഫ് ഈച്ച് ആപ്പിൾ ടു ബി ലെസ്. അത് 20 gram കുറച്ചാണ് കാണിച്ചിട്ടുള്ളത്. 20 gram കുറച്ചാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ കിട്ടിയ ആവറേജ് ആണ് 104. അപ്പൊ ശരിക്കുള്ള ആവറേജ് അല്ലേ ചോദിച്ചത്? അതെ, ശരിക്കുള്ള ആവറേജ് കാണാൻ എന്ത് ചെയ്യണം? എല്ലാ ആപ്പിളിലേക്കും 20 കൂട്ടണം കേട്ടോ. എല്ലാ ആപ്പിളിലേക്കും 20 കൂടുമ്പോൾ ആവറേജിലേക്കും 20 കൂട്ടിയാൽ മതി. മനസ്സിലായോ? ഒന്ന് പറഞ്ഞെല്ലാവരും. മിസ്റ്റേക്ക് എവിടെയെന്ന് മനസ്സിലായോ? കമന്റ് ചെയ്തേ. മനസ്സിലായോ? കുറെ ആൾക്കാർ ഇത് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. എവിടെയാണ് മിസ്റ്റേക്ക് ഒന്നും മനസ്സിലായോ? ക്ലിയർ. ആവണി ക്ലിയർ. ഓക്കെ, ആകാശ് ക്ലിയർ. ബാക്കിയുള്ളവര് ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കൺസെപ്റ്റ് എന്താണ്? യെസ്, ഓക്കെ ആണല്ലേ. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കൺസെപ്റ്റ് എന്നുള്ളൂ, എല്ലാ നമ്പറിലേക്കും ഈക്വൽ നമ്പർ ആഡ് ചെയ്യുകയാണെങ്കിൽ ആവറേജിലേക്കും അത് ആഡ് ചെയ്യുന്നു. എല്ലാ നമ്പറിനും ഈക്വൽ, എല്ലാ നമ്പറും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഇവിടെ 10 നമ്പർ ഉണ്ട്. ആ 10 ആപ്പിളിന് 9 ആപ്പിളിന് മാത്രമാണ് കൂട്ടുന്നതെങ്കിൽ കാര്യമില്ല. 10 ആപ്പിളിനും കൂടെ എത്ര ആ ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും പേർക്ക് ഇൻക്രീസ് ആവണം, എന്നാലേ ആവറേജും ഇൻക്രീസ് ആവും. 9 പേർക്ക് മാത്രമാണ് ഇൻക്രീസ് ആവുന്നതെങ്കിൽ അത് കൂട്ടൂല കേട്ടോ. 9 പേർക്ക് മാത്രം ഇൻക്രീസ് ആയി ആവറേജ് കൂടും. പക്ഷെ ഉദാഹരണത്തിന് ടോട്ടൽ 10 പേരുണ്ട്. 10 പേരുടെ ആവറേജ് 20 ആണെന്ന് വിചാരിക്കുക. ഈ 10 പേരിൽ 9 പേർക്കും 2 കൂടി. അപ്പൊ പറ്റില്ല. 10 പേർക്കും 2 കൂടിയാൽ ആവറേജ് എന്താവും? 22 ആവും. പക്ഷെ 9 പേർക്ക് 2 കൂടിയാലും ആവറേജ് കൂടും. പക്ഷെ 22 ആവും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ. 20 gram കൂടുതലാണെങ്കിൽ ആവറേജ് കുറക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇത് ക്വസ്റ്റനിൽ പറയാണ് ഈ വെയിങ് മെഷീന് 20 gram കൂടുതലാണ് കാണിച്ചത് എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞതെങ്കിൽ എന്താ വരും? അപ്പൊ ശരിക്കുള്ള ആവറേജ് കാണണമെങ്കിൽ എല്ലാ ആപ്പിളിനും 20 gram വെച്ച് കുറക്കണം. 20 gram വെച്ച് കുറക്കുമ്പോൾ ആൻസർ എന്താവും? ഓപ്ഷൻ ബി ആവും കേട്ടോ. ഇവിടെ 20 gram കുറച്ചാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ശരിക്കുള്ള ആവറേജ് കാണാൻ കൂട്ടണം. അടുത്തേത്? ഇത് നമ്മൾ ചെയ്തു അല്ലേ? ഓക്കെ. അടുത്ത് പറഞ്ഞേ. The mean of 6 numbers is 18. If one more number is included, the mean of 7 numbers will be 20. What is the number that included? That is included. ഒന്നുമില്ല, 6 നമ്പറിന്റെ ആവറേജ് 18 ആയിരുന്നു. ഒരു നമ്പർ കൂടെ വന്നപ്പോൾ ആവറേജ് എന്തായി? 20 ആയി. അങ്ങനെയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത ആ നമ്പറിന്റെ നമ്പർ എത്രയാണെന്ന ചോദ്യം. പറഞ്ഞേ. ഷിയാബുദ്ദീൻ 32 എന്ന് പറയുന്നു. ബി അല്ലേ? മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, എല്ലാവരും പറയുന്നു. ഇത് ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 6 നമ്പറിന്റെ ആവറേജ്, ഈ മീൻ ഓർത്ത് കേട്ടോ. മീൻ എന്ന് പറഞ്ഞ ആവറേജ്. 6 നമ്പറിന്റെ ആവറേജ് 18 എന്ന് പറഞ്ഞാൽ 6 നമ്പറിന്റെ സം എന്താ? 6 നമ്പറിന്റെ സം 6 × 18 എത്ര കിട്ടും? 6 × 18 108 ആണ്. ഓക്കെ. 6 നമ്പറിന്റെ സം 108 ആണ്. അതിലേക്ക് 7ാമതൊരു നമ്പർ കൂടെ വന്നപ്പോൾ ആവറേജ് 20 ആയി. അപ്പൊ 7 നമ്പറിന്റെ സം എന്താ? 7 × 20 എത്ര കിട്ടും? 140. ഓക്കെ. നോക്കിയേ, 6 നമ്പറിന്റെ സം 108 ആണ്. 7ാമതൊരു നമ്പർ വന്നപ്പോൾ അത് 140 ആയി. എന്റെ അർത്ഥം എന്താ? ഈ എക്സ്ട്രാ വന്ന 32 ആണ് ആ 7ാമത്തെ നമ്പർ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇങ്ങനത്തെ നമ്പറൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ ആണോ? ഇനി ഇത് ഡീവിയേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? ഡീവിയേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം നോക്കിയേ. അതായത് 6 പേരുടെ ആവറേജ് 18 എന്ന് പറഞ്ഞാൽ നോക്കിയേ. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. 18 18 18 18 18 18 ഇതാണ് ആവറേജ് 18 എന്ന് പറഞ്ഞാൽ അല്ലെ. 6 നമ്പർ ഉണ്ടെങ്കിൽ 6 പേർക്കും 18 വെച്ചിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടൂർ പോകുന്ന കേസ് പറഞ്ഞു. ഇവന് കുറവാണെങ്കിൽ അത് മറ്റോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അസ്യൂം ചെയ്തു. ഓക്കെ. ഇനി 7ാമതൊരാൾ വന്നപ്പോഴോ എന്തായി? 7ാമതൊരാൾ വന്നപ്പോൾ ഈ 18 ഉള്ളത് 20 ആയി. ഓക്കെ, 20. ഒരാൾ വന്നു, ആവറേജ് 20 ആയി എന്ന് പറഞ്ഞാൽ 7 പേർക്കും 20 ആയി. പക്ഷെ ഇവിടെ ഇവരത് ഈ 6 പേരത് മാറ്റാൻ പറ്റുമോ? ഇല്ല, 6 പേരത് മാറുന്നില്ല. 6 പേരത് 18 എന്ന് പറഞ്ഞാൽ 18 തന്നെയാണ്. പക്ഷെ എന്നിട്ടും ആവറേജ് 20 കൂടി. അപ്പൊ ശരിക്കും ഈ 18 നോക്കിയേ, എക്സ്ട്രാ ഒരു 2 വന്നിട്ടുണ്ട്. ഈ 2 ശരിക്കും ഇവന്റെ 2 അല്ല. അത് ഇവൻ ആവറേജിന് വേണ്ടി 2 കൊടുത്തെങ്കിലും ആ 2 ശരിക്കും ആരുടെ 2 ആണ്? ഇവന്റെ 2 ആണ്. അല്ല, ഇവനെ കൊടുത്തതാണ്. ഇവൻ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഒരു 2 വെച്ച് കൊടുത്താണ്. നോക്കിയേ, 2 2 2 2 2 2. ഈ 6 പേർക്കും അവർ 2 കൊടുത്തു. 6 പേർക്ക് 2 പറഞ്ഞാൽ 12 കൊടുത്തു അല്ലെ. 12. ഈ 12 ആരതാണ്? ശരിക്കും ഇവന്റെതാണ്. അപ്പൊ ഇവൻ 20 അല്ല, ഇവൻ എന്തുണ്ട്?
20 പ്ലസ് 12 32 ഇവനുണ്ട് കേട്ടോ. ശരിക്കും ഇവർക്കൊക്കെ 18 ഉള്ളൂ. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അത് ടോട്ടൽ നോക്കുമ്പോൾ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവൻ എല്ലാവർക്കും 2 വെച്ച് കൊടുത്താണ്. ഈ 6 പേർക്ക് 2 വെച്ച് കൊടുത്താൽ എത്ര കിട്ടും? 12. അപ്പൊ ഇവന് 20 അല്ല, 20 പ്ലസ് 12 32 ആണ് ഇവന്റെ കയ്യിൽ കേട്ടോ. 32 ഇവന്റെ കയ്യിലുണ്ട്. ആ 32ൽ 20 അവൻ കയ്യിൽ വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്തു? ഈക്വൽ ഡിവൈഡ് കൊടുത്തപ്പോൾ ഇവർക്കും 20 ആയിട്ട് മാറി. ഓക്കെ ആണോ? അതെ, ഗോപിക പറയുന്നുണ്ട് 20 പ്ലസ് 6 into 2 ഡയറക്റ്റാ കേട്ടോ. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അതായത് ഇത് ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഒരാൾക്ക് 2 കൂടുന്നു. അങ്ങനെ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 20 പ്ലസ് 12 into 2 കേട്ടോ. ഇനി അല്ലെങ്കിൽ വേറെ രീതിയിൽ പഠിച്ചു നോക്കാം. നോക്കിയേ, ഇങ്ങനെയും പഠിച്ചു നോക്കാം. ഇപ്പൊ ഈ 18 ഗ്രൂപ്പിലേക്ക് പുതിയ വന്ന ആൾക്കും 18 ആയിരുന്നെങ്കിൽ, ഈ 6 പേരുടെ പറഞ്ഞു വരും പുതിയ വന്ന ആൾക്കും 18 ആയിരുന്നെങ്കിൽ ആവറേജ് 18ൽ നിൽക്കുമായിരുന്നു അല്ലെ? പക്ഷെ ആവറേജ് 18ൽ നിൽക്കുന്നുണ്ടോ? ഇല്ല. പുതിയ വന്ന ആൾക്ക് 18 അല്ല. പുതിയ വന്ന ആൾക്ക് എന്തുണ്ട്? ഈ കാണുന്ന എല്ലാവർക്കും ഓരോ 2 വെച്ച് കൊടുക്കാനുള്ളത് ഇയാളുടെ കയ്യിലുണ്ട്. ഇവ ആൾക്കൊക്കെ 2 വെച്ച് കൊടുക്കുക പറഞ്ഞാൽ ഇവനും വേണം അപ്പൊ 2 അല്ലേ? കാരണം ഇവന് 18 നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവനടക്കം 7 പേർക്ക് 2 വെച്ച് കൊടുക്കണം. 7 into 2 എത്രയാണ്? 14. അത് ഇവന്റെ കൂടെ ആഡ് ചെയ്യണം. 18 പ്ലസ് 14 32. അപ്പൊ നിങ്ങൾ ഏതാണ് എടുക്കുന്നതിനനുസരിച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ ഗോപി പറഞ്ഞ പോലെ 20 ഓൾറെഡി അവൻ എടുക്കുകയാണെങ്കിൽ പിന്നെ 6 പേർക്ക് കൊടുത്താൽ മതി. പക്ഷെ 18 ആണ് എടുക്കുന്നതെങ്കിൽ പിന്നെ 7 പേർക്ക് വേണം കൊടുക്കാൻ കേട്ടോ. കാരണം ഇവന് 18 ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷെ 18 അല്ല. ഇവനടക്കം എല്ലാവർക്കും 2 വെച്ച് കൂടുമ്പോഴാണ് ആവറേജ് 20 ആവുമെന്ന് പറയാം അല്ലേ? ഓക്കെ അല്ലേ എന്ന് പറഞ്ഞേ? ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെയൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞൊരു കാര്യം കൂടി ഓർക്കുക. ഇതിനൊന്നും ഡീവിയേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് മെത്തേഡ് സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡീവിയേഷൻ മെത്തേഡ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്യേ. ഇനി ഒരാൾ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? The average of 6 numbers is 16. If one of the numbers is excluded, the average becomes 17. Find the excluded number. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് ചെയ്ത് നോക്കിയാൽ 6 പേരുടെ ആവറേജ് 16 ആണ് അല്ലേ? അപ്പൊ 6 പേരുടെ സം എത്രയാണ്? 6 into 16 96. ഒരാൾ കൂടെ വന്നപ്പോൾ ആവറേജ് 17 ആയി. ഒരാൾ കൂടെ വന്നു എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോറി, ഒരാളോട് വന്നു എന്നല്ല, ഒരാൾ പോയപ്പോൾ അല്ലേ? അപ്പൊ 6 ഒരാൾ കുറഞ്ഞാൽ 5. 5 കുറയുമ്പോൾ എന്താവും? 5 ആവറേജ് 17 ആണ്. അപ്പൊ 5 പേരുടെ സമ്മ് 5 into 17 85. നോക്കിയേ, 6 പേരുടെ സമ്മ് 96 ആണ്. അതിന് ഒരാൾ പോയപ്പോൾ അത് 85 ആയിട്ട് കുറഞ്ഞു. 85 ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നോക്കിയാൽ 96 എത്ര കുറഞ്ഞു? 96ൽ നിന്നും 11 കുറഞ്ഞു. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ സി. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെ പറഞ്ഞേ. ഫൈൻഡ് ദി എക്സ്ക്ലൂഡഡ് നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞുതരാം കേട്ടോ. നോക്ക്, 6 പേരുടെ നമ്പർ 16 ആണ്. 16 2 3 4 5 6. അത് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. 16 ആണ് ആവറേജ് ഉള്ളത്. ഒരാൾ പോയപ്പോൾ എന്ത് സംഭവിച്ചു? ആവറേജ് 17 ആയിട്ട് കൂടി. 5 പേരേ ഉള്ളൂ. ഇവരുടെ നമ്പർ 17 ആയിട്ട് കൂടി അല്ലെ? ഇവരുടെ നമ്പർ 16 ഉള്ളത് 17 ആയിട്ട് കൂടി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഇവനാണ് പോയ 6ാമത്തെ ആള് അല്ലെ? ഇവന് ശരിക്കും 16 ഇല്ലായിരുന്നു. ഇവന് 16 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കിയേ, ഇവരൊക്കെ ഓരോന്ന് കൊടുത്തിട്ടാണ് ഇവന് 16 ആക്കിയത്. അപ്പൊ അവരങ്ങ് പോയപ്പോൾ ആ ഒന്നൊക്കെ ഇവർക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ ഇവർക്ക് 17 ആയി കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ ഇവന് ശരിക്കും 16 ഇല്ല. നോക്കിയേ, 16 ഇല്ല. ഇവന് 16 ഇല്ല. ഈ 16 തേക്കാൻ വേണ്ടിയിട്ട് ഈ കിടക്കുന്ന 5 ആൾക്കാർ ഓരോന്ന് വെച്ച് കൊടുത്തിട്ടാണ് ഇവന് 16 ആയത്. അപ്പൊ 16 മൈനസ് 1 into 5 എത്രയാണ്? 16 മൈനസ് 1 11 കിട്ടും കേട്ടോ. ഇവന് ശരിക്കും 16 ഇല്ല. ഓക്കെ, എന്ത് ചെയ്യണം? ആൻസർ പറഞ്ഞാൽ 16 മൈനസ്, നേരത്തെ പ്ലസ് ചെയ്ത പോലെ ഇപ്പൊ എന്ത് ചെയ്യും? മൈനസ് ആക്കണം. അത്രേ ഉള്ളൂ. 16 മൈനസ് 1 into 5. ശരിക്കും ഇവരുടെ നമ്പറൊക്കെ ഇവർക്ക് ആവറേജ് 17 ആയിരുന്നു. പക്ഷെ ഇവൻ ഒന്ന് കൊടുക്കുമ്പോഴാണ് ഇവരൊക്കെ 16 ആയിട്ട് കുറക്കുന്നത്. അപ്പൊ ഇവൻ പോയി കഴിഞ്ഞാൽ ആ ആവറേജ് ഒക്കെ ഇവന് തിരിച്ചു കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് പറഞ്ഞേ. പറ. അടുത്ത ചെയ്. The average weight of 14 students of a class is 20 kg. If a student leaves the class, the average weight of the class is reduced by 2 kg. Find the weight of the student who left the class. പറഞ്ഞേ. പറ, കമന്റ് ചെയ്യ്. ഒരാൾ പോകുമ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവന് കുറെ നമ്പർ കൊണ്ടാണ് പോയത്. അതുകൊണ്ടാണ് ഇവന് കേട്ടോ. ഒരാൾ പോകുമ്പോൾ ആവറേജ് കുറയാണ് ഇവിടെ ചെയ്യുന്നത്.
അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിന്റെ അർത്ഥം ഇവൻ ബാക്കിയുള്ളവരുടെ നമ്പറൊക്കെ കൊണ്ടാ പോയത്, ഇവന് കുറച്ച് അധികം ഉണ്ട് വാല്യൂ കേട്ടോ. ഒരാൾ പോകുമ്പോൾ ആവറേജ് കൂടുകയാണെങ്കിൽ ഇപ്പൊ തൊട്ടുമുമ്പത്തെ ക്വസ്റ്റിൽ ഒരുത്തം പോയപ്പോൾ ആവറേജ് കൂടി, അതിന്റെ അർത്ഥം ഇവന് കുറച്ച് നമ്പറേ ഉള്ളൂ. അതുകൊണ്ടാണ് ബാക്കി അവൻ പോയപ്പോൾ ആ നമ്പർ കൂടി ബാക്കിയുള്ളവർ കൂടിയത് കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് എന്താ? 14 സ്റ്റുഡൻസ് ഉണ്ട്, ആവറേജ് 20 ആണ്. അപ്പൊ 14 ആൾക്കാരുടെ ടോട്ടൽ എത്രയാണ്? 280. ഓക്കെ ആണോ? ഇതിൽ ഒരു സ്റ്റുഡന്റ് പോയപ്പോൾ ആവറേജ് എന്തായി കുറഞ്ഞു? 2 കുറഞ്ഞു എന്നാണ്. അപ്പൊ എന്തായി അതിന്റെ അർത്ഥം? 20 ഉള്ളത് 18 ആയിട്ട് കുറഞ്ഞു. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഒരാൾ പോയില്ലേ, അപ്പൊ ഇനി 13 സ്റ്റുഡൻസേ ഉള്ളൂ. 13 ഇൻറ്റു ആവറേജ് എത്രയാണ്? 2 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 18. 13 ഇൻറ്റു 18 എത്രയാണ്? 18 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ 18 ഇൻറ്റു 10 150. 150ഉം 54ഉം കൂട്ടിയാൽ 234. 14 പേരുടെ സം 250 ആണ്, 13 പേരുടെ സം 234 ആണെങ്കിൽ ഇവർ തമ്മിൽ ഡിഫറൻസ് ആണ് ആ പോയ ആൾ അല്ലെ. ഡിഫറൻസ് എത്ര കിട്ടും? 46. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ആണോ? അതായത് ഇവിടെ എങ്ങനെ ചെയ്യാം? ഇവിടെ നോക്കിയേ, ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്യാം? അതായത് ഇവൻ പോയ ആൾക്ക് 20 ആയിരുന്നെങ്കിൽ ആവറേജ് മാറൊന്നുമില്ലായിരുന്നു അല്ലെ. ഈ പോയ ചങ്ങായിക്കും 20 ആയിരുന്നെങ്കിൽ ആവറേജ് ഒരു മാറ്റം സംഭവിക്കൂല. പക്ഷെ പോയ ചങ്ങായിക്ക് 20 അല്ല, ബാക്കിയുള്ള 13 പേരുടെ കയ്യിൽ നിന്നും ഒരു 2 എടുത്തിട്ടാണ് ഇവൻ പോയത് അല്ലെ. ബാക്കിയുള്ള 13 പേരുടെ കയ്യിൽ നിന്ന് 2 എടുത്തു, അതുകൊണ്ടാണ് ആവറേജ് 2 കുറഞ്ഞത്. നോക്കിയേ, 20 പ്ലസ് 13 ഇൻറ്റു 2 ഇതൊക്കെ കൊണ്ടാണ് അവൻ പോയത്. എത്ര കിട്ടും? 20 പ്ലസ് 13.2 ആണ് 46 കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചെയ്തേ. 13 ഇൻറ്റു 2 പ്ലസ് 20 മഹിമ പറയുന്നു അല്ലേ. The mean of 100 observations is 50. If observation 50 is replaced by 150, what will be the new mean? നിങ്ങൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട്, ഗൂഗിളിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ ആപ്ലിക്കേഷനെ റിവ്യൂ ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗൂഗിളിൽ കയറിയാൽ SSC മലയാളി എന്നുള്ള ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, SSC മലയാളി അടിച്ചാൽ കിട്ടും. അതിന്റെ താഴേക്ക് നമ്മൾ റിവ്യൂ കൊടുക്കുക കേട്ടോ. അതൊക്കെയാണ് നിങ്ങളുടെ നമുക്ക് കിട്ടാൻ പറ്റുന്ന സംഭവം. നമ്മൾ ഇത്രയും നല്ല ക്ലാസ്സുകളൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നല്ല റിവ്യൂ കൊടുക്കുക കേട്ടോ. നല്ല റിവ്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ ചാനൽ കൂടുതൽ റീച്ച് ആവും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ പരമാവധി നിങ്ങൾ പറ്റാവുന്നവരൊക്കെ അത് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഇട്ട് തരാം, നിങ്ങൾ അത് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ പ്ലേ സ്റ്റോർ 2 രീതിയിൽ കൊടുക്കാം നിങ്ങൾക്ക്. ഒന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് SSC മലയാളി ആപ്ലിക്കേഷൻ കൊടുക്കാം, പിന്നെ ഗൂഗിളിൽ കയറിയിട്ട് SSC മലയാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഉണ്ട്, ആ ലൊക്കേഷനിൽ നിങ്ങൾക്ക് റിവ്യൂ കൊടുക്കാം കേട്ടോ. ഓക്കെ, പറ്റാവുന്നവരൊക്കെ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താണ്? The mean of 100 observation is 50. If observation 50 is replaced by 150, what will be the new mean? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നേരത്തെ കേസിലൊക്കെ ഒരാൾ പോയി അല്ലെങ്കിൽ ഒരാൾ വന്നു, ആൾക്കാർ മാറുന്നുണ്ട് അല്ലെ. ഇവിടെ ആൾക്കാരുടെ എണ്ണം ഒന്നും കുറയുന്നില്ല. ആൾക്കാരുടെ എണ്ണം എന്താണ്? 100 തന്നെയാണ്. ഒരു 50 ഉള്ള ഒന്ന് മാറ്റിയിട്ട് 100 ഉള്ള ഒരാളെ വെച്ചു. ഇവിടെ സംഭവിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, 50 ഉള്ള ഒരാളെ അവിടുന്ന് മാറ്റിയിട്ട് 150 ഉള്ള ഒരാളെ വെച്ചാൽ എക്സ്ട്രാ എത്ര വരുന്നുണ്ട് അല്ലെ. 50 ഉള്ള ഒരാളെ മാറ്റിയിട്ട് 50 ഉള്ള ഒരാളെ തന്നെ അവിടെ വെച്ചാൽ ഒരു പ്രശ്നമില്ല, കാരണം വെയിറ്റ് അയാൾക്കും 50 ഇയാൾക്കും 50, അപ്പൊ ആവറേജ് ഒന്നും മാറൂല അല്ലെ. ഇവിടെ വെയിറ്റ് അല്ല, വേറെ എന്തോ സംഭവമാണ്, എന്നാലും അത് മാറൂല. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? 50 ഉള്ള ഒരാളെ മാറ്റിയിട്ട് 150 ആണ് വെച്ചത്. എക്സ്ട്രാ എത്ര വന്നു? എക്സ്ട്രാ 100 വന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ എന്ത് വന്നാലും അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് ആവറേജിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ആവറേജിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പൊ മൈനസ് ആയിരുന്നെങ്കിൽ ആവറേജ് ഒന്ന് മൈനസ് ചെയ്യണം. എന്താ ചെയ്യാം? പഴയ ആവറേജ് എത്രയാണ്? പഴയ ആവറേജ് 50 ആണ് അല്ലെ. ഓക്കെ, ഇപ്പൊ 100 എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഈ 100 എത്ര പേർക്ക് ഡിവൈഡ് ചെയ്യണം? 100 പേർക്ക് ഡിവൈഡ് ചെയ്യണം അല്ലെ. 100 ഒബ്സർവേഷനിൽ എവിടെ ഉള്ളത്? ഒബ്സർവേഷൻ എന്ന നമ്പർ ആട്ടോ ഉദ്ദേശിച്ചത്. 100/100 എത്ര കിട്ടും? 51. ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ. ബാക്കിയുള്ളവർ കിട്ടിയില്ലേ? ഒരാൾ പോകുന്നതും ഒരാൾ വരുന്നതും പോലെ അല്ലത് കേട്ടോ. ഇത് ഒരാളെ മാറ്റി വേറൊരാളെ വെച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്പർ ഒന്നും മാറുന്നില്ല. ആദ്യം 100 ആൾക്കാരാണ്, ഇപ്പോഴും 100 ആണ്. കാരണം ഒരാളെ മാറ്റി പുതിയ ഒരാളെ വെച്ചു, നമ്പർ ഒന്നും മാറുന്നില്ല. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇവൻ വന്നപ്പോൾ ഒരു 100 എക്സ്ട്രാ വന്നു. 100 എക്സ്ട്രാ വരുമ്പോൾ എന്താ സംഭവിക്കുക? അവന് 100 എക്സ്ട്രാ ഉണ്ടെങ്കിലും ആവറേജ് കാണുമ്പോൾ എന്ത് വേണം? ആ 100 എടുത്തിട്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സാർ ക്ലാസ് ടൈം 6:30 ആയാൽ കൊള്ളാം. ഇനി 6:30 കൂടി ആക്കിയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും നമുക്ക് കേട്ടോ. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് 8 മണിയാവുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫാക്കൽറ്റീസിന് പോകാനുള്ളതല്ലേ. അപ്പൊ നമ്മുടെ നോക്കുക കേട്ടോ, പരമാവധി 6 മണിക്ക് തന്നെ വരാൻ നോക്കുക കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും പോർഷൻ ഒക്കെ ഇടയ്ക്ക് മിസ്സാവുകയാണെങ്കിൽ അത് റെക്കോർഡ് ക്ലാസ് എടുത്ത് കാണാം കേട്ടോ. വേണ്ട 6 പറ്റുള്ളൂ കേട്ടോ. നിങ്ങളിനി അടിവിടാൻ നിൽക്കണ്ട കേട്ടോ. 6 ആണ്, അത് നമ്മൾ മാറ്റുന്നില്ല. കാരണം അത് നമ്മുടെയും കൂടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് വെച്ചതാണ്. പരമാവധി നമ്മൾ ഡേ ടൈമിലാണ് നമ്മുടെ സീരിയൽ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. പക്ഷെ ഈ ക്ലാസ്സുകൾ കുറച്ചും കൂടെ ഒന്ന് കുറെ ആളുകൾ പ്രിപ്പയർ ഇതുപോലെ ജോലി ചെയ്യുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലൈവായിട്ട് കണ്ടോട്ടെ വെച്ചിട്ട് നമ്മൾ ഒരു 6 മണിക്ക് ആക്കുന്നു കേട്ടോ. ഓക്കെ,
അയ്യോ 6 മതി. ഓക്കെ 6 എഴുതി നോക്ക്. ബയോ പാർട്ട് എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ഈ വീക്കെൻഡിൽ എടുക്കും കേട്ടോ. ബയോളജിന്റെ പാർട്ടും എടുത്തിട്ടില്ല, പിന്നെ ജോമെട്രീന്റെ ഒരു പാർട്ടും കൂടെ മിസ്സായിട്ടുണ്ട്. ഈ രണ്ടും നമ്മൾ ഈ ശനി ഞായർ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമ്മൾ എടുക്കും. എന്തായാലും നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ആ സമയത്ത് ഫാക്കൽറ്റിക്ക് ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നുകൊണ്ടാണ്. ഇതെന്ന് പറഞ്ഞേ അടുത്ത ക്വസ്റ്റ്യൻ. The average weight of 10 men increased by 1.5 kilogram when one of the men whose weight is 68 is replaced by a new man. Find the weight of the new man. പറഞ്ഞേ, നേരത്തെ പറഞ്ഞ അതേപോലെ ചോദ്യം തന്നെ. ഇവിടെ ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്, 1.5 വെച്ച് കൂടി. കഴിഞ്ഞ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? ഒരാളെ നമ്പർ വന്ന് പുതിയ ആൾ വന്നപ്പോൾ ആവറേജ് എത്ര കൂടി എന്ന ചോദ്യം. ഇവിടെ ആവറേജ് കൂടിയത് തന്നിട്ടുണ്ട്. ചോദ്യം എന്താ? 68 കിലോ ഉള്ള ഒരാളെ മാറ്റിയിട്ട് പുതിയ ഒരാൾ വന്നിട്ടുണ്ട്, അയാളുടെ വെയിറ്റ് എത്രയെന്നാ ചോദ്യം. എത്രയായിരിക്കും അപ്പം? പ്രമിത എ എന്ന് പറയുന്നു. പറഞ്ഞേ. 68 ഒരാൾ പോയിട്ട് 68 ഒരാൾ തന്നെയാണ് വന്നതെങ്കിൽ ഒരു പ്രശ്നമില്ല അല്ലെ? കാരണം ഒരാളെ മാറ്റിയിട്ട് വേറൊരാളെ വെക്കുന്നു. ആൾ ആരാന്നുള്ളത് നമ്മൾ ആവറേജ് കാണാൻ ആൾ ആരാന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അയാൾക്കുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ 68 കിലോ ഉള്ള ഒരാൾ മാറി 68 കിലോ ഉള്ള ഒരാൾ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ 68 തന്നെയാണ് വന്നാക്കെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ വന്നാക്ക് 68 അല്ല, വന്നാക്ക് എന്തുണ്ട്? വന്നാക്ക് എങ്ങനെ മനസ്സിലാവുക? ഇവിടെ ആവറേജ് 1.5 കൂടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആവറേജ് 1.5 കൂടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും 1.5 വെച്ച് കൂടിയിട്ടുണ്ട്. ഇതാണ് ആവറേജ് 1.5 കൂടുക അല്ലേ? ആവറേജ് 1.5 കൂടുകയാണ്, ഒരാൾക്ക് 1.5 കൂടി. അങ്ങനെ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. 10 പേർക്ക് 1.5 കൂടണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര കൂടണം? ടോട്ടൽ 10 × 1.5 എന്ന് പറഞ്ഞാൽ 15. ഇയാൾക്ക് എത്ര എക്സ്ട്രാ വേണം? ഇയാൾക്ക് 15 എക്സ്ട്രാ വേണം അല്ലെ? 68 + 15 എത്രയാ? 68 + 15 83 ആണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാം, സിമ്പിൾ ആയിട്ട് കിട്ടും. അതായത് ഈ 68 ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഈ എക്സ്ട്രാ വന്ന 15 ഈ 10 പേർക്ക് കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരാൾക്ക് 1.5 വെച്ചിട്ട് ആവറേജ് ഇൻക്രീസ് ആവുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ജോയിൻ ചെയ്തേ. ഇനി കുറച്ച് കാര്യങ്ങൾ, വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങൾ നോക്ക്. എവിടെയാണ്? 20 അല്ലേ? നോക്കുക, നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സീരീസ് ആണ്. അതിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. കോമൺ ഡിഫറൻസ് ഉദാഹരണത്തിന് 1, 4, 7, 10, 13, 16. ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, മലയാളം മെഡിക്കലൊക്കെ പഠിച്ച ആൾ കേട്ടിട്ടുണ്ടാവും, സമാന്തര ശ്രേണി എന്നൊക്കെ പറഞ്ഞില്ലേ? ഒന്നുമില്ല, ഇവരൊക്കെ ഡിഫറൻസ് നോക്കിയോ, 1ലേക്ക് 3 കൂട്ടി 3 കൂട്ടി 3 കൂട്ടി 3 കൂട്ടി 3. ഇതിനാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. ഇനി കുറച്ചാലും അങ്ങനെ തന്നെ കേട്ടോ. ഇനി കുറഞ്ഞു വരികയാണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷെ സെയിം നമ്പർ കൂട്ടണം, സെയിം നമ്പർ കുറക്കണം. ഇതിനാണ് എന്ത് പറയാ? നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനുള്ള ഈ സമാന്തര ശ്രേണിയിലുള്ള നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ആവറേജ് കാണാൻ വളരെയധികം സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഉദാഹരണത്തിന് ഒരു നമ്പറോട് കൂട്ടിയ 19. ഇവിടെ എത്ര നമ്പർ ഉണ്ട്? 1, 4 അല്ല 1, 2, 3, 4, 5, 6, 7. അതായത് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനുള്ള നമ്പർ ആണെങ്കിൽ അതിന്റെ ആവറേജ് കാണാൻ നിങ്ങൾ കൂട്ടാനോ കുറക്കാനോ ഒന്നും പോണ്ട. അതിന്റെ മിഡിൽ നമ്പർ ഏതാ നോക്കുക, ആ മിഡിൽ നമ്പർ ആയിരിക്കും അവിടുത്തെ ആവറേജ്. ഇവിടെ നോക്കി എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 നമ്പർ ഉണ്ട്. ഇതിന്റെ മിഡിൽ നമ്പർ ഏതാ നോക്കിയേ? മിഡിൽ നമ്പർ 13 ആണ്. അപ്പൊ ഈ ഗ്രൂപ്പിന്റെ ആവറേജ് എന്തായിരിക്കും? 13 ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. സോറി 13 അല്ല, എത്രയാണ്? 2, 4 സോറി 13 അല്ല, മിഡിൽ നമ്പർ 10 ആണ് അല്ലേ? ഓക്കെ, മാറിപ്പോയതാണ്. 10 ആട്ടോ മിഡിൽ നമ്പർ. ഓക്കെ, ഇതിന്റെ മിഡിൽ നമ്പർ 10 ആണ്. കാരണം 1, 2, 3 ഇവിടെയുണ്ട്, 3 അവിടെയുണ്ട്. മിഡിൽ നമ്പർ 10 ആണ്. അപ്പൊ ഇതിന്റെ ആവറേജ് എന്തായിരിക്കും? 10 ആയിരിക്കും. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ, അല്ല ആവറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡിൽ നമ്പർ. ഓക്കെ ഓക്കെ, ശരി കേട്ടോ, മാറ്റിയിട്ടുണ്ട്. 10 ആണ് മിഡിൽ നമ്പർ. ഓക്കെ ആണോ? അതുപോലെ തന്നെ ആവറേജ് കാണാനുള്ള വേറൊരു മെത്തേഡ് ആണ് എന്ത്? ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജ് കാണണമെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ചെയ്താലും മതി. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ടേം 1 ആണ്, ലാസ്റ്റ് ടേം 19 ആണ്. 19 + 1 എത്രയാണ്? 20. 20/2 10. അങ്ങനെയും ചെയ്യും. അല്ലെങ്കിലോ തുടക്കത്തിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ, ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ നമ്പർ, ഇത് രണ്ടും കൂട്ടിയിട്ട് പകുതി എടുത്താലും മതി. നോക്കിയേ, 4 + 16 20. 20/2. അല്ലെങ്കിലോ ഫസ്റ്റ് നിന്ന് മൂന്നാമത്തെ നമ്പർ, ലാസ്റ്റ് നിന്ന് മൂന്നാമത്തെ നമ്പർ, ഇത് രണ്ടും കൂട്ടിയിട്ട് പകുതി എടുത്താലും മതി. നോക്കിയേ, 7 + 13 20. 20/2 10. പല മെത്തേഡും ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മിഡിൽ നമ്പർ. മിഡിൽ നമ്പർ ഏതാന്ന് നമുക്ക്, ആ മിഡിൽ നമ്പർ ആയിരിക്കും ആവറേജ്. പക്ഷെ മിഡിൽ നമ്പർ നോക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമേ എക്സാക്ട് മിഡിൽ നമ്പർ വരുള്ളൂ അല്ലേ? ഇപ്പൊ ടോട്ടൽ 3 നമ്പർ ഉണ്ടെങ്കിൽ നമുക്കറിയാം മിഡിൽ നമ്പർ രണ്ടാമത്തെയാണ്. ടോട്ടൽ 5 നമ്പർ ഉണ്ടെങ്കിൽ നമുക്കറിയാം മിഡിൽ നമ്പർ മൂന്നാമത്തെയാണ്. ടോട്ടൽ 7 നമ്പർ ഉണ്ടെങ്കിൽ നമുക്കറിയാം മിഡിൽ നമ്പർ നാലാമത്തെയാണ്. പക്ഷെ ടോട്ടൽ 4 നമ്പർ ആണെങ്കിൽ, ഉദാഹരണത്തിന്
എ ബി സി ഡി, ഇതാണ് 4 നമ്പർ. ഇതിന് മിഡിൽ നമ്പർ ഉണ്ടോ? ഇല്ല. ഇതിന് എക്സാക്ട് ഒരു മിഡിൽ നമ്പർ ഇല്ല. ഇതിന്റെ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മിഡിൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 മിഡിൽ നമ്പർ വരുന്നുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിന്റെ ആവറേജ് അങ്ങ് എടുത്താൽ മതി കേട്ടോ. ബി പ്ലസ് സി ബൈ 2 എടുത്താൽ മതി. ഇനി ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഏതാണ് മിഡിൽ നമ്പർ അല്ലെ? ഇപ്പൊ ചെറിയ നമ്പറൊക്കെ നമുക്ക് കുഴപ്പമില്ല, കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഏതാണ് മിഡിൽ നമ്പർ എന്നുള്ള കൺഫ്യൂഷൻ ആവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ഇക്വേഷൻ ആണത് n + 1/2. അതായത് ആ സീരീസിൽ എത്ര നമ്പർ ഉണ്ട് നോക്കുക, അതിലേക്ക് 1 കൂട്ടുക, ഡിവൈഡഡ് ബൈ 2. ഇവിടെ നോക്കിയേ, ഇവിടെ 7 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? ഇതിന്റെ മിഡിൽ നമ്പർ കാണുമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 7 + 1/2 എത്രയാണ്? 4. അതിന്റെ അർത്ഥം 4 ആയിരിക്കും, അതായത് 4 അല്ല, 4ാമത്തെ നമ്പർ ആയിരിക്കും ഇവിടുത്തെ മിഡിൽ നമ്പർ. ഇനിയിപ്പോ ടോട്ടൽ 13 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. മിഡിൽ നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? 13 + 1/2 എത്രയാണ്? 14/2. 7th നമ്പർ ആയിരിക്കും മിഡിൽ നമ്പർ. ഇനി ഈവൻ നമ്പർ ആകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയപ്പോൾ ടോട്ടൽ 8 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ 8 നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് മിഡിൽ നമ്പർ കാണാൻ ഈക്വേഷൻ ഉപയോഗിക്കാം. 8 + 1 എത്രയാണ്? 8 + 1/2 4.5. അതായത് 4 നമ്പറും അല്ല 5 നമ്പറും അല്ല, ഇത് രണ്ടിന്റെയും ഇടക്കാണെന്ത് ഈ മിഡിൽ നമ്പർ വരുന്നത് അല്ലെ? അപ്പൊ മിഡിൽ നമ്പേഴ്സ് ഞാൻ പറഞ്ഞു, ഈ ടോട്ടൽ ഈവൻ ടോട്ടൽ നമ്പേഴ്സ് ഇരട്ട സംഖ്യ ആണെങ്കിൽ 2 മിഡിൽ നമ്പർ ഉണ്ടാവും. അപ്പൊ ഈ കേസിൽ നോക്കിയേ, ഈ കേസിൽ 4ന്റെ അപ്പുറമുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4ഉം 5ഉം. അപ്പൊ ടോട്ടൽ 8 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മിഡിൽ നമ്പേഴ്സ് 4ാമത്തെയും 5ാമത്തെയും നമ്പേഴ്സ് ആയിരിക്കും കേട്ടോ. ഇത് ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഒന്ന് ഞാൻ പറഞ്ഞു, അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിൽ നമ്പർ ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2 ആണ്. ഓക്കെ ആണോ? ഇനി മിഡിൽ നമ്പർ ഏതാണെന്ന് അറിയാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ n + 1/2 ചെയ്യാം. ഇത് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഇതിന് ഉത്തരം പറഞ്ഞേ. ഇനി അറിയാത്തവർ ഇതിന് ഉത്തരം ചെയ്യും. വാട്ട് ഇസ് ദ മീൻ ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്? പറഞ്ഞേ. ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്, അതിന്റെ മീൻ കാണണം. 50.5 അല്ലെ? ഒന്നുകിൽ നമുക്ക് മിഡിൽ നമ്പർ അല്ലേ? ഉദാഹരണത്തിലൂടെ നോക്കിയാൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 5 6. ഇതും ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ? എല്ലാത്തിലേക്കും 1 കൂട്ടുന്നല്ലേ? 1 2 3 4 5 6 അങ്ങനെ 100 വരെ പോകണം. ഇതും ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. നോക്കിയേ, 1 2 3 അങ്ങനെ ലാസ്റ്റ് നമ്പർ എത്രയായിരിക്കും? 100. അതല്ലേ ഫസ്റ്റത്തെ 100 നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതും ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആവറേജ് കാണണമെങ്കിൽ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഇതിന്റെ മിഡിൽ നമ്പർ കാണണം. ഇത് വലിയൊരു നമ്പർ ആയതുകൊണ്ട് ഇതിന്റെ മിഡിൽ നമ്പർ കാണാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും അറിയാം അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞിട്ട് 2 തരത്തിൽ പറഞ്ഞിട്ട്, ഒന്നെങ്കിൽ മിഡിൽ നമ്പർ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2. ഫസ്റ്റ് ടൈം പറഞ്ഞാൽ 1 ആണ്, ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 100 ആണ്, ബൈ 2 എന്ന് പറഞ്ഞാൽ 101/2 എന്ന് പറഞ്ഞാൽ 50.5. ഏതാണ് ഓപ്ഷൻ? ബി ആണ് ആൻസർ. ഇനി ഞാനൊരു ചാലഞ്ച് ചെയ്യട്ടെ. ഈ നാച്ചുറൽ നമ്പേഴ്സിന് പകരം ഹോൾ നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ ആൻസർ എന്താ? പറഞ്ഞേ. നാച്ചുറൽ നമ്പേഴ്സിന് പകരം ഹോൾ നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ ആൻസർ എന്താ? ആ ആൻസറും ഇതിലുണ്ട്, ഒന്ന് പറഞ്ഞേ. ഇല്ല, ആൻസർ നമ്പർ ഇല്ല അല്ലേ? ഇല്ല, പറ. ഫസ്റ്റ് 100 ഹോൾ നമ്പേഴ്സ് ആയിരുന്നെങ്കിൽ ആൻസർ എന്താ? പറ. ശരിയാണോ? 50 ആണോ ആൻസർ? അല്ല. ആണോ? ഒന്നും കൂടെ ചിന്തിച്ചു നോക്കിയേ. 50 അല്ല ആൻസർ. ഇനിയാണോ? എനിക്ക് തെറ്റിയതാണോ? അരവിന്ദ് പറഞ്ഞു 49.5. ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അതായത് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് എന്നുള്ളത് നോക്കണം. നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ഒത്രേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്. 1 മുതൽ അങ്ങനെ പോകുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. പക്ഷെ ഹോൾ നമ്പേഴ്സ് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ് അല്ലേ? അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 ആണ്, രണ്ടാമത്തെ നമ്പർ 1 ആണ്, മൂന്നാമത്തെ 2 ആണ്, അങ്ങനെ പോകും. അപ്പൊ ഫസ്റ്റത്തെ 100 ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നോക്കിയേ, 100 വരും തന്നെ ഇല്ല. 100 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റത്തെ 100 ഹോൾ നമ്പേഴ്സ് പറഞ്ഞാൽ ലാസ്റ്റ് അവസാനിക്കുന്ന എവിടെയായിരിക്കും? 99-ലായിരിക്കും. കാരണം 99 നാച്ചുറൽ നമ്പറും പിന്നെ ഈ 0 കൂടെ ചേരുമ്പോഴാണ് ഇത് ഫസ്റ്റ് 100 ഹോൾ നമ്പേഴ്സ് വരാം. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടെ ആവറേജ് എന്താ? ഫസ്റ്റ് ടേം 0 ആണ്, ലാസ്റ്റ് ടേം 99 ആണ്, ഡിവൈഡഡ് ബൈ 2 ആണ്. 0 + 99/2 എത്ര? 99/2 എന്ന് പറഞ്ഞാൽ 49.5. മനസ്സിലായോ? മിസ്റ്റേക്ക് എവിടെയെന്ന് മനസ്സിലായോ? പറഞ്ഞേ. ഈ 2 കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഹോൾ നമ്പർ എന്നാണെങ്കിൽ ആൻസർ 50.5 ആണ്. അല്ല സോറി, നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ 50.5 ആണ്. ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ 49.5 ആണ് ആൻസർ കേട്ടോ.
അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക, നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ ഒരു 0 കൂടെ ആഡ് ചെയ്താൽ മതി, അതാണ് ഹോൾ നമ്പർ. നമ്പർ ഇഷ്ടത്തിൽ പഠിച്ചിട്ടുണ്ടാവും, നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, പിന്നെന്താണ് ഇന്റീജർ, റിയൽ നമ്പർ, ഇങ്ങനത്തെ പല പല ഈവൻ നമ്പർ, ഓഡ് നമ്പർ, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, അങ്ങനെ പല തരത്തിലുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ വൃത്തിക്ക് എന്തൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ആവറേജ് ഓഫ് ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ് ഓഫ് 7. പറ. ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ് ഓഫ് 7 എത്രയായിരിക്കും? എന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. പറ, ആദ്യം പറയുന്നത്. ആകാശ് സി എന്ന് പറയുന്നുണ്ട്, അതുൽ സി, മഹിമ സി, അരവിന്ദ് സി, ആരതി സി, പ്രമിത ഒക്കെ സി ആണ് അല്ലെ. ഇതും സിമ്പിൾ ആണ്. നോക്കിയേ, ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ് ഓഫ് 7. ഫസ്റ്റത്തെ മൾട്ടിപ്പിൾ ഏതാ? 7 അല്ലെ. 7 into 1, പിന്നെ 7 into 2, 7 into 3. നോക്കിയേ, ഇതും ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലേ. 7 ഇങ്ങനെ കൂട്ടി 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 പോവല്ലേ. 7, 14, 21, 28, 35, 7 7 ആഡ് ചെയ്ത് പോവാണ്. അപ്പൊ നമുക്കത് കാണണമെങ്കിൽ ഒന്നെങ്കിൽ മിഡിൽ നമ്പർ വേണം, ആവറേജാ കാണേണ്ടത്. ഒന്നെങ്കിൽ മിഡിൽ നമ്പർ വേണം, അല്ലെങ്കിലോ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2. അപ്പൊ 20ാമത്തെ മൾട്ടിപ്പിൾ ഏതായിരിക്കും? ഒന്നാമത്തെ 7 മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 1 into 7 ആയിരിക്കും. അപ്പൊ 20ാമത്തെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 20 into 7 ആയിരിക്കും. ഏതാണ്? 140 അല്ലെ. ഫസ്റ്റ് ടൈം ഇവിടെ 7 ആണ്, ലാസ്റ്റ് ടൈം 140 ആണ്. അപ്പൊ ആൻസർ എന്താ? 140 പ്ലസ് 7/2. അതായത് 147/2 എന്ന് പറഞ്ഞാൽ 73.5 ആണ് ആൻസർ വരിക. സിമ്പിൾ ആണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇനി അധികം സമയം എടുക്കരുത്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് കണ്ടോ, കൂട്ടാൻ പോകണ്ട, നേരെ അതിന്റെ മിഡിൽ നമ്പർ കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. മിഡിൽ നമ്പർ പെട്ടെന്ന് കിട്ടുമെങ്കിൽ അതാണ് ആൻസർ. ഈ മിഡിൽ നമ്പർ കിട്ടുന്നില്ലെങ്കിലോ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അറിയോ നോക്കുക. ഇനി ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും അറിയില്ലെങ്കിലോ സെക്കൻഡ് ലാസ്റ്റ് ടൈമും അറിയോ നോക്കുക. ഇനി ഏത് കിട്ടിയാലും മതി കേട്ടോ. അടുത്ത ഏതേ? ഇതാ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ CGL Tier 2 പരീക്ഷയ്ക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. 1 സെക്കൻഡ് ചോദ്യമാണ് കേട്ടോ. ഇതേ മോഡൽ CGLന്റെ, അതായത് CGL എക്സാമിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം മെയിൻസ് പരീക്ഷയ്ക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. 1947 ഈവൻ നമ്പേഴ്സ്. ഫസ്റ്റ് 1947 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് എന്താന്നാ ചോദ്യം. പറഞ്ഞേ. ആരതി പറയുന്നു 1948. ശരിയാണോ? എന്തായാലും ഒരു കാര്യം ഉറപ്പല്ലേ, ഇതല്ല. ഓക്കെ, ഇത് വരുമോ? ഇല്ല. 1947 ഈവൻ നമ്പേഴ്സ് ആണ്. ഒരുപാട് നമ്പർ ഉണ്ട്, ഒരിക്കലും 1 അല്ല കിട്ടുക. പറഞ്ഞേ ബാക്കിയുള്ളവര്. അപ്പൊ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 2 കാര്യങ്ങൾ കേട്ടോ. ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ ആവറേജും ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ ആവറേജും. ഇത് രണ്ടും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ n തന്നെ ആയിരിക്കും. ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ n+1 ആയിരിക്കും. ഫസ്റ്റ് കേട്ടോ, ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സും ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സും. നോക്കിക്കോ, ഇപ്പൊ ചോദിക്കുന്നതാണ്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് 1947 ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ 1947 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് കാണണമെങ്കിൽ നമുക്കറിയാം. നോക്കിയാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n+1. അപ്പൊ ഇവിടെ 1947 ഈവൻ നമ്പർ ഉണ്ടെങ്കിൽ ആവറേജ് എന്തായിരിക്കും? 1948 ആയിരിക്കും. ഇനിയിപ്പോ ഇത് ചോദ്യം ഈ ഈവന് പകരം ഓടായിരുന്നെങ്കിലോ? ഈവന് പകരം ഓടാന്ന് വിചാരിക്കുക. ഓടായിരുന്നെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. കാരണം ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് എന്താണ്? n ആണ്. അപ്പൊ 1947 ഓഡ് നമ്പറിന്റെ ആവറേജ് 1947 തന്നെ ആയിരിക്കും കേട്ടോ. ഈ 2 ഇക്വേഷൻ ഓർത്ത് സിമ്പിൾ ആയിട്ട്. Tier 2 CPI കഴിഞ്ഞ മാസം കഴിഞ്ഞ CGL Tier 2 പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ആദ്യത്തെ 92 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് എത്ര? അതാണ് ചോദ്യം. അപ്പൊ അറിയുന്ന ആൾക്ക് ജസ്റ്റ് നോക്കി പോവാൻ 93 അല്ലെ, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ ആദ്യത്തെ 92 ഓഡ് നമ്പറാണ് ചോദിച്ചെങ്കിൽ 92. ഇത് നിങ്ങൾ കൺഫ്യൂഷൻ വരികയെന്ന് വിചാരിക്കുക. n ആണോ n+? ഇങ്ങനെ ചോദ്യം ചോദിച്ചു, 1947 ആണോ 48 ആണോ, നിങ്ങൾക്ക് ഇക്വേഷൻ അറിയില്ല. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ട് നോക്കുക. ആദ്യത്തെ 2 ഓഡ് നമ്പർ എടുത്ത് നോക്കി. ആദ്യത്തെ 2 ഓഡ് നമ്പർ എന്താ? 1 ഉം 3 ഉം അല്ലെ. ഇതിന്റെ ആവറേജ് എന്താ? അതായത് ആദ്യത്തെ 2 ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് നമ്മൾ കാണാൻ പോവാ കേട്ടോ. 1 ഉം 3 ഉം അല്ലെ. 1+3 എന്താ? 4. 4/2 എന്ന് പറഞ്ഞാൽ 2. ആവറേജ് 2 കിട്ടിയില്ലേ? അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും? n ആയിരിക്കും. ഇനി ഈവൻ നമ്പറാ ചോദിക്കും. ആദ്യത്തെ 2 ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്?
2 4. ഇതിന്റെ ആവറേജ് നോക്കിയേ, 2 + 4 6, 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, 2 + 3 അല്ലേ, അല്ല 2 + 1 അല്ലേ? അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ഇട്ട് നോക്കുക കേട്ടോ. ഏറ്റവും ചെറിയ എക്സാമ്പിൾ എന്താ, 1ഉം 3ഉം എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ആവറേജ് എന്താ 1 ആണ്. ആദ്യത്തെ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ, ഒരു ഈവൻ നമ്പർ, അതിന്റെ ആവറേജ് എന്താ 2 ആണ്. അപ്പൊ ഒന്നിന്റെ കൂടെ ഒന്ന് കൂട്ടണം. അപ്പൊ ഇങ്ങനെ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ഇട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, 20 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് എന്താന്ന് പറഞ്ഞേ, 20 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് ഒന്ന് പറഞ്ഞേ, കമന്റ് ചെയ്യ്. 20 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് എല്ലാവരും കമന്റ് ചെയ്യും. ചെയ്തോ? എന്നാ ഇത് തെറ്റാന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ കമന്റ് ചെയ്ത ആൻസർ തെറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 20 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് 21 അല്ല. ഇപ്പൊ കറക്റ്റ് ആവുന്നുണ്ട്, 11. എന്താ മിസ്റ്റേക്ക്? എന്താ ഞാൻ പറഞ്ഞു ഇവിടെ എന്താ പറഞ്ഞുള്ളത്, ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് ആണ് n+. ആദ്യത്തെ n ഈവൻ നമ്പേഴ്സ് ഞാൻ ചോദിച്ചിട്ടുള്ളത് 20 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ്. മനസ്സിലായോ? 20 വരെയുള്ള ഈവൻ നമ്പേഴ്സും ആദ്യത്തെ 20 ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്ന രണ്ടും വ്യത്യാസമുണ്ട് അല്ലെ. ആദ്യത്തെ 20 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ് ഞാൻ ചോദിച്ചതെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, 21 വരിക. പക്ഷെ 20 വരെയുള്ള ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര ഈവൻ നമ്പർ ഉണ്ടാവും നോക്കിയേ, 2 4 6 8 10 12 14 16 18 20, 10 ഈവൻ നമ്പറേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ 10 ഈവൻ നമ്പർ ആണ് ചോദ്യമാണ് അത് വരിക. അപ്പൊ ഈ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ചോദ്യം ചോദിച്ചത് അനുസരിച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് 20 ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ 21 വരിക, പക്ഷെ 20 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അത് 10 ഉണ്ടാവുള്ളൂ. അപ്പൊ 11 ആൻസർ വരിക കേട്ടോ. സാർ ട്വിസ്റ്റ് ആക്കിയതല്ലേ. ഞാൻ ട്വിസ്റ്റ് ആക്കി കുഴപ്പമില്ല, പക്ഷെ പരീക്ഷയ്ക്ക് ട്വിസ്റ്റ് ആക്കുമ്പോൾ നിങ്ങൾ ട്വിസ്റ്റ് ആവാൻ നിൽക്കരുത് ഇനി. അപ്പൊ ഇനി നിങ്ങൾ കറക്റ്റ് കുത്തണം കേട്ടോ. അതെ, ഫസ്റ്റ് 20 ഈവൻ നമ്പേഴ്സ് ആയിരുന്നു 21. അതെ, അപ്പൊ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ തെറ്റുകളിലൂടെയാണ് പഠിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് വന്നാൽ ഒരു മാർക്ക് എവിടെയും പോകാനോ ആരും ഒന്നും തരാനോ ഒന്നുമില്ല. പക്ഷെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മിസ്റ്റേക്ക് വരുത്തരുത് കേട്ടോ. കാരണം നമ്മൾ പഠിക്കുമ്പോൾ വൃത്തിക്ക് പഠിക്കണം, അതിനാണ് പഠനം എന്ന് പറയുക. കാണാതെ പഠിക്കുന്നതിന് പഠനം എന്ന് പറയില്ല കേട്ടോ. മനസ്സിലാക്കി പഠിക്കുന്നതിനാണ് പഠനം എന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പൊ അത് സെറ്റ് അല്ലേ? എന്നാ അടുത്ത് ചെയ്തേ, ഒരു 2-3 ചോദ്യം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇന്നത്തെ നിർത്താം കേട്ടോ. Sum of 4 consecutive odd numbers is 160. Find the smallest number. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് വരുന്ന സംഭവമാണ്. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ്. ചിലപ്പോൾ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ. ഈ അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ, അടുത്തടുത്ത ഒറ്റ സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ. അടുത്തടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ കൂടെ 2 കൂട്ടുന്നതല്ലേ ഓഡ് നമ്പർ ഈവൻ നമ്പർ എന്നൊക്കെ. അപ്പൊ അതും അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിയേ, 4 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ്, എ ബി സി ഡി. തുടക്കത്തിലുള്ള ഫസ്റ്റ് ഓഡ് നമ്പേഴ്സ് പറഞ്ഞിട്ടില്ല കേട്ടോ. ഫസ്റ്റത്തെ 4 ഓഡ് നമ്പേഴ്സ് പറഞ്ഞിട്ടില്ല, എവിടെയോ ഉള്ള ഒരു 4 ഓഡ് നമ്പേഴ്സ് ആണ്. പക്ഷെ ആ 4 ഓഡ് നമ്പേഴ്സും അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് ആണ്. അതിന്റെ ആവറേജ് ആവറേജ് അല്ല, സം എന്താണ്, 160 ആണ്. സം 160 ആണെങ്കിൽ നമുക്കറിയാം ആവറേജ് എത്രയാണ്. സം 160 ആണെങ്കിൽ ആവറേജ് എന്താ, 160/4 40. അപ്പൊ ഈ 4 ഈവൻ നമ്പേഴ്സിന്റെയും ആവറേജ് എന്ന് പറഞ്ഞാൽ 40 ആണ്. ഈ 4 നമ്പർ എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് പ്രോഗ്രഷനുമാണ് അല്ലെ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആവറേജ് എന്തായാലും അതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും അല്ലെ. അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ആവറേജ് മിഡിൽ നമ്പർ ആയിരിക്കും. നമുക്കറിയാം അവിടെ 4 നമ്പർ ആണ്. അപ്പൊ 4 നമ്പർ എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ നമ്പർ അല്ല ഉണ്ടാവുക, ബിയും സിയും മിഡിൽ നമ്പർ ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിന്റെയും സിന്റെയും നടുക്ക് വരുന്ന നമ്പർ ആയിരിക്കും ആവറേജ്. അപ്പൊ ബിന്റെയും സിന്റെയും നടുക്ക് വരുന്ന നമ്പറാണ് നമ്മൾ ഇവിടുത്തെ ആവറേജ് ആയിട്ടുള്ള 40. മനസ്സിലായോ? ഇത് ബിന്റെയും സിന്റെയും നടുക്ക് വരുന്ന നമ്പറാണ്. അപ്പൊ ബിന്റെയും ഈ 40ന്റെ അപ്പുറമുള്ള ഈവൻ നമ്പേഴ്സ് അല്ലെ, സോറി ഓഡ് നമ്പേഴ്സ് എന്തായിരിക്കും നമുക്കറിയാം. 40ന്റെ അപ്പുറമുള്ള ഓഡ് നമ്പർ 41 ആണ്, ഇപ്പുറമുള്ളത് 39 ആണ്. അപ്പൊ ഇതാണ് ശരിക്കും 2 നമ്പേഴ്സ് അല്ലെ. മിഡിലിൽ വരുന്ന 2 നമ്പേഴ്സ് 39 41 ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ ആവറേജ് എന്തായത് 40 ആയത് അല്ലെ. ഇവിടെ എത്ര നമ്പേഴ്സ് ടോട്ടൽ 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ 31 41 ആണ്. ഇനി അപ്പുറത്ത് ഒരു 43 ഉണ്ടാവും, ഇപ്പുറത്ത് ഒരു 37 ഉണ്ടാവും. ഇതാണ് 4 നമ്പേഴ്സ്. ഓക്കെ, 37 39 41 43. അതുകൊണ്ടാണ് ഇതിന്റെ മിഡിൽ നമ്പർ 40 ആയത്. നോക്കിയേ, ഇതിന്റെയും മിഡിൽ നമ്പർ, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. കാരണം ഇവിടെ 4 നമ്പർ ആയതുകൊണ്ട് എക്സാക്ട് മിഡിൽ നമ്പർ ഉണ്ടാവില്ല. 5 നമ്പർ ആണെങ്കിൽ ഈ 40 ആയിരിക്കും ആ മിഡിൽ നമ്പർ. പക്ഷെ ഇവിടെ 4 നമ്പർ ആയതുകൊണ്ട് 40 അല്ല ആ മിഡിൽ നമ്പർ. 40 ഈ പറഞ്ഞ സാധനം അപ്പുറമുള്ള 2 നമ്പേഴ്സിന്റെ
ഒരിക്കലും ഇവിടെ 40 വരും ഇല്ല, കാരണം ഇത് ഓഡ് നമ്പേഴ്സ് ആണല്ലേ, ഓഡ് നമ്പേഴ്സ് ഒരിക്കലും 40 വരില്ല. പക്ഷെ 40 ഒന്നും എന്തുകൊണ്ടാണ് ഈ 39ന്റെ 41ന്റെ ആവറേജ് ആയതുകൊണ്ട് കേട്ടോ. ഇനി ഇവിടെ ചോദ്യം എന്താ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ. ഏതാ? 37 അല്ലെ. സ്മോളസ്റ്റ് നമ്പർ 37 ആണ്, ലാർജസ്റ്റ് നമ്പർ 43 ആണ്. നമ്പേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ 37, 39, 41, 43. ഓക്കെ അല്ലേ? അടുത്ത് ചെയ്യും 2 ചോദ്യം കൂടെ കേട്ടോ. ദ ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തടുത്ത 5 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 12 ആണ്. വാട്ട് വിൽ ബി ദ ആവറേജ് ഓഫ് ദ 7 നമ്പേഴ്സ് ഇഫ് ദ നെക്സ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ്? പറഞ്ഞേ. ഇപ്പൊ 5 നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ ആവറേജ് ആണെന്ത്? 12. എന്ന് പറഞ്ഞേ എത്രയായിരിക്കും? ശരി, പെട്ടെന്ന്. കിട്ടുന്നില്ലേ? നോക്കാം. ഇവിടെ ആവറേജ് ഓഫ് 5 ടോട്ടൽ 5 നമ്പർ ഉണ്ട്. നോക്കിയേ, എ ബി സി ഡി ഇ. ഈ 5 നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അടുത്തടുത്ത നമ്പേഴ്സ് അല്ലെ. ഈവൻ നമ്പർ ഓഡ് നമ്പർ ഒന്നുമില്ല, അടുത്തടുത്ത നമ്പേഴ്സ് ആണ് ഈ 5 നമ്പേഴ്സ്. ഇതിന്റെ ആവറേജ് 12 എന്നാണെങ്കിൽ അർത്ഥം എന്താ? ഈ സി എന്ന് പറഞ്ഞ വാല്യൂ ആണ് 12 അല്ലെ. ഇനി എന്ത് കാര്യം പറയുന്നത്? വാട്ട് വിൽ ബി ദ ആവറേജ് ഓഫ് ദ 7 നമ്പേഴ്സ് ഇഫ് ദ നെക്സ്റ്റ് 2 നാച്ചുറൽ നമ്പേഴ്സ് ആർ ഓൾസോ ഇൻക്ലൂഡ്? ഇനി അടുത്ത 2 നമ്പർ കൂടെ വന്നു വിചാരിക്കുക, ഈ പകരം എഫും ജിയും കൂടെ അടുത്ത 2 നമ്പർ കൂടെ വന്നു. അപ്പൊ നമുക്കറിയാം ഈ 2 നമ്പർ ഇല്ലെങ്കിൽ മിഡിൽ നമ്പർ ഏതാണ്? സി ആണ്. അതായത് ടോട്ടൽ 5 നമ്പർ ആണ് ഉള്ളതെങ്കിൽ അതിന്റെ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ 5+1/2 അല്ലെ. എത്ര? 3ാമത്തെ നമ്പർ ആയിരിക്കും മിഡിൽ നമ്പർ. ഇനി 7 നമ്പർ ഉണ്ടെങ്കിലോ? 7 നമ്പറിന്റെയും മിഡിൽ നമ്പർ ഏതായിരിക്കും? 7+1/2 എത്രയാണ്? 4ാമത്തെ നമ്പർ. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ ആവറേജ് 12 ആണെങ്കിൽ 2 നമ്പർ കൂടെ ആഡ് ചെയ്യുമ്പോൾ മിഡിൽ ആവറേജ് എന്താവും? ഡി ആയിരിക്കും ഇവിടുത്തെ ആവറേജ് അല്ലെ. ഈ നമ്പേഴ്സ് ആണ് അടുത്തടുത്ത എണ്ണൽ നമ്പർ ആണ്. അത് 12 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതാ? 13. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്തൊരു 2 നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ മിഡിൽ നമ്പർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ 12, 13, 14 ആയിരിക്കും ആൻസർ. മനസ്സിലായോ? ഇത് ഓക്കെയാണോ? ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ വെച്ചിട്ട് ചെയ്താൽ മതി. മിഡിൽ നമ്പർ 12 ആണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്കറിയാം ഇപ്പുറം 11 വരും, ഇവിടെ 10 വരും, ഇവിടെ 13 വരും. ഇതാണ് ആ നമ്പേഴ്സ്. മനസ്സിലായോ? ഇനി 2 നമ്പർ കൂടെ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ 15ഉം 16ഉം കൂടെ ആഡ് ചെയ്യും. ഇതിന്റെ ആവറേജ് എന്തായിരിക്കും? ഇതിന്റെ മിഡിൽ നമ്പർ അല്ലെ. 10, 11, 12. ഇതിന്റെ മിഡിൽ നമ്പർ ഏതാ? 13. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? ഞാൻ ലോജിക്ക് വെച്ച് പറഞ്ഞു എന്നുള്ളൂ. കാരണം 5 നമ്പർ ഉണ്ടെങ്കിൽ മിഡിൽ നമ്പർ 3ാമത്തെ ആയിരിക്കും, 7 നമ്പർ ഉണ്ടെങ്കിൽ മിഡിൽ നമ്പർ 4ാമത്തെ ആയിരിക്കും. അപ്പൊ ജസ്റ്റ് ഒറ്റ വാല്യൂ ഷിഫ്റ്റ് ചെയ്താൽ മതി. 12 ആണ് ആവറേജ് എങ്കിൽ 13 ആയിട്ട് മാറും. എന്നാൽ ലാസ്റ്റ് നമ്പർ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ. ഇന്ന് നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ആവറേജിൽ ഇനിയും നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡീവിയേഷൻ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നോക്കി പഠിച്ചിട്ട് വരും അടുത്ത ക്ലാസ്സിൽ കേട്ടോ. കൺസിഡർ എ സീക്വൻസ് ഓഫ് 7 consecutive numbers. If the average of the first 5 numbers is z, then find the average of the last 3 numbers. Consider a sequence of 7 consecutive numbers. Okay, പറഞ്ഞേ. Find the average of the last 3 numbers. പറഞ്ഞേ, എത്ര ആൻസർ കിട്ടിയോ? എത്ര നമ്പർ ആണ്? 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അതിന്റെ ആവറേജ് z എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? മിഡിൽ നമ്പർ ആണ് z അല്ലെ. മിഡിൽ നമ്പർ z ആണെങ്കിൽ നമുക്കറിയാം. പറഞ്ഞേ. ഓക്കെ, മിഡിൽ നമ്പർ z. അതായത് ടോട്ടൽ 7 നമ്പർ ഉണ്ടെങ്കിൽ ഇത് 4ാമത്തെ നമ്പർ ആണ്. അപ്പൊ അടുത്ത നമ്പർ എന്തായിരിക്കും? കൺസിഡർ 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലെ. അപ്പൊ അടുത്ത നമ്പർ z+1 ആയിരിക്കും. അത് കഴിഞ്ഞാൽ z+2 ആയിരിക്കും. ടോട്ടൽ 7 നമ്പർ ഉണ്ടെങ്കിൽ ഈ z-ന്റെ ഇപ്പുറം 3 നമ്പർ ഉണ്ടാവും, അപ്പുറം 3 നമ്പർ ഉണ്ടാവും അല്ലെ. നമുക്ക് വേണ്ടത് ഈ ലാസ്റ്റ് 3 നമ്പേഴ്സിന്റെ ആവറേജ് ആണ്. ലാസ്റ്റ് 3 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ z-ന്റെ ഇപ്പുറമുള്ള 3 നമ്പേഴ്സ് ഏതൊക്കെയാ? z+1, z+2, z+3. ഓക്കെ ആണോ? z+3 അല്ലെ. കൺസിഡർ സീക്വൻസ് ഓഫ് 7 നമ്പേഴ്സ് ഇഫ് ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 5 നമ്പേഴ്സ്. സോറി ട്ടാ, ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 5 നമ്പേഴ്സ് ആണ് z. ഓക്കെ, അപ്പൊ ആദ്യത്തെ 5 നമ്പർ അല്ലെ. ആദ്യത്തെ 5 നമ്പർ എന്ന് പറയുമ്പോൾ മിഡിൽ നമ്പർ ഏതായിരിക്കും? ആദ്യത്തെ 5 നമ്പർ എന്ന് പറയുമ്പോൾ മിഡിൽ നമ്പർ 3ാമത്തെ നമ്പർ ആയിരിക്കും. 3ാമത്തെ നമ്പർ ആണ് z. അപ്പൊ ആദ്യത്തെ 5 നമ്പർ ഏതൊക്കെയാ? ഇവിടെ z ആണെങ്കിൽ ഇത് z+1, ഇത് z+2. ഓക്കെ ആണോ? ഇപ്പറോ z-1, z-2. ഇതാണ് ഫസ്റ്റ് 5 നമ്പേഴ്സ്. അതുകൊണ്ടാണ് ആവറേജ് z ആയത്. അപ്പൊ ഇവിടെ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? ടോട്ടൽ 7 നമ്പർ ഉണ്ട്. അപ്പൊ അടുത്ത 2 നമ്പർ ഏതായിരിക്കും? z+3, z+4. ഇതാണ് നമ്പേഴ്സ് ശരിക്കും അല്ലെ. z-1, z-2, z-1, z, z+1, z+2, z+3, z+4. അതുകൊണ്ടാണ് ഫസ്റ്റ് 5 നമ്പറിന്റെ ആവറേജ് z ആയത്.
നമുക്ക് വേണ്ടത് ലാസ്റ്റത്തെ ഈ 3 നമ്പറിന്റെ ആവറേജ് ആണ്. ലാസ്റ്റത്തെ 3 നമ്പർ എന്ന് പറഞ്ഞാലും അതെന്താണ്, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും ആവറേജ്. എത്രയാണ്? Z+3. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് വൃത്തിക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പിന്, അതുപോലെ തന്നെ SSC മലയാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ആ സംഭവത്തിനൊക്കെ പറ്റുകയാണെങ്കിൽ നല്ലൊരു റിവ്യൂ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിക്ക് പഠിച്ചു വരിക. അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ഇതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ഒന്നും കൂടി നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിച്ചു വരിക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇന്നത്തെ ക്ലാസ് സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു.